മാസം വലിയ വിജയത്തിന്റെ ഒരു മാസമാക്കാനും മാർച്ച് മാസത്തിന് അതൊരു ചെറിയൊരു ബൂസ്റ്റ് കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കേരളത്തിലെ ഏറ്റവും ശക്തമായ ടീമിന്റെ കൂടെയാണ് ഞാൻ എൻ്റെ ഈ ഒരു പുലരി ചെലവഴിക്കുന്നത് എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ജീവിതത്തിൽ നമ്മുടെ അത്യാവശ്യമെന്ന് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടതായിട്ടുള്ള 4 കാര്യങ്ങളെയും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പറയാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് ഞാൻ എൻ്റെ ഒരു പ്രസന്റേഷന്റെ സഹായത്തിലൂടെയാണ് ഇത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ചെറിയൊരു ആശയം യാത്രയിലിടയിൽ തോന്നി, അപ്പൊ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം തോന്നി. കാരണം ബിസിനസ് ആയാലും ജീവിതമായാലും ഒരേപോലെ നമുക്കതിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് ദ 4 പില്ലേഴ്സ് ഓഫ് എ സക്സസ്ഫുൾ ലൈഫ് എന്നുള്ളത്. അതായത് ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട 4 പില്ലറുകൾ. ക്വാഡ്രന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള റോബർട്ട് കയോസാക്കിയുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അത്യാവശ്യമായിട്ട് വേണ്ട 4 ക്വാഡ്രന്റുകൾ. അപ്പൊ അതിനെ ജോലി മേഖലയിലായിട്ടുള്ളത് എടുക്കാം, അല്ലെങ്കിൽ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ടുള്ളത് എടുക്കാം. അങ്ങനെ പല രീതിയിൽ 4 രീതികളിലായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയാ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഒന്നാണ് ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിന് മുന്നേ ഞാൻ ചെറിയൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. 4000 ആഴ്ചകളാണ് നമ്മൾ ഓരോരുത്തരും കയ്യിലുള്ളൂ. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ എനിക്ക് വയസ്സ് 31ആയി. എന്നെ സംബന്ധിച്ച് ഇനി 4000 ആഴ്ചകളും ഇല്ല. ഒരു പക്ഷെ ചിലപ്പോ ഒരു 2500 ആഴ്ചകളോ 2000 ആഴ്ചകളേ ഉള്ളൂ. നമ്മളൊരു കാര്യം പിന്നത്തേക്ക് വെക്കുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ട് എന്നുള്ളൊരു തോന്നലാണ്. ഒരുപാട് സമയമുണ്ട്, ഇത് പിന്നെയും ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യാം, ഇപ്പൊ അതിന്റെ സമയമായിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇനി എത്ര ദിവസങ്ങളുണ്ട്, എത്ര ആഴ്ചകളുണ്ട്, എത്ര നിമിഷങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. ഈ കഴിഞ്ഞ ഒരു 300 കൊല്ലത്തെ കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എക്സ്പെക്ടൻസി, അതായത് ഒരാൾ ജനിച്ച് അയാൾ മരിക്കുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ സംവിധാനങ്ങളൊക്കെ വളർന്നുകൊണ്ട് തന്നെ ഇന്ന് മുന്നത്തെ അത്രത്തോളം മരണനിരക്ക്, അതായത് ചെറിയ പ്രായത്തിലോ അല്ലെങ്കിൽ ഒരു 35, 40, 50 വയസ്സിലും മരണനിരക്ക് കമ്പാരിറ്റീവ്ലി കുറഞ്ഞിരിക്കുകയാണ്. ഒരു 75 വയസ്സ് വരെ ഒരു വ്യക്തി ശരാശരി ആവറേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ജീവിക്കും. അപ്പൊ 4000 ആഴ്ചനെ ഒരു കൊല്ലത്തിൽ 52 ആഴ്ചയുമായിട്ട് നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ 75 കൊല്ലമാണ് ഒരു വ്യക്തി ആവറേജ് ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. അതായത് വേറെ ദുശീലങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ആരോഗ്യത്തോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് 75 കൊല്ലം വരെ ആയുസ് ഉണ്ട് എന്നുള്ളതാണ് പറയാ. അപ്പോ എനിക്ക് 31ആയി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 75ലേക്ക് അധികം ദൂരമൊന്നുമില്ല, ശരിയല്ലേ? അപ്പൊ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തു തീർത്തോ എന്നുള്ളത് ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, നാളെ ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നാളെ ചെയ്യാനായിട്ട് സമയമുണ്ടോ? ടൈം ഈസ് ഓഫ് എസെൻസ്. എത്രയും ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സമയം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് പിടിക്കാനോ അല്ലെങ്കിൽ അതിനെ കവറപ്പ് ചെയ്ത് നാളെ ഞാൻ അതിന്റെ ഇരട്ടി പണിയെടുക്കാമെന്ന് പറയാനോ പറ്റില്ല. പോയ സമയം പോയത് തന്നെയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു സെൻസ് ഓഫ് അർജൻസി വേണം. ഇപ്പൊ എന്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, ഒരു കാര്യവും പിന്നത്തേക്ക് വെക്കരുത്. ഞാൻ ചില കാര്യങ്ങൾ ഉഴപ്പ് കാണിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്, അത് ഇന്ന് നിനക്ക് മനസ്സിലാവില്ല, നാളെയാണ് മനസ്സിലാവുള്ളൂ എന്നുള്ളത്. കാരണം നാളെ ചിലപ്പോൾ ആ കാര്യം എനിക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്താൽ ചെയ്യാൻ സാധിക്കില്ല. പിന്നീട് അത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഞാൻ അത് ആലോചിച്ച് പശ്ചാത്തപിക്കും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലെ പശ്ചാത്താപം വേണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യത്തിലേക്കാണോ ഇറങ്ങി തിരിച്ചത് അവിടെ ഒരു സെൻസ് ഓഫ് അർജൻസി വേണം. അതായത് അത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ ഉള്ളിൽ വേണം. ഞാനത് ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയിൽ നിന്നാണ്. അമ്മ ഒരു കാര്യം എന്നോട് ചെയ്യാൻ പറഞ്ഞാൽ അത് അപ്പ ചെയ്യണം, ആ നിമിഷം ചെയ്യണം, പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. ഇത് എൻ്റെ അമ്മയുടെ കാര്യമല്ല, ഇന്ന് ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും അമ്മമാര് ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ജെസ്സി ജോസഫ് മാഡം ഒക്കെ ഇരിക്കുന്നുണ്ട്, നിർമ്മല മാഡം ഒക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നിർബന്ധ ബുദ്ധിയിട്ട് അത് ഇപ്പൊ തന്നെ ചെയ്ത് കിട്ടണം. ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പൊ പച്ചക്കറി മേടിക്കാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു പോയ എന്താ പ്രശ്നം? പച്ചക്കറി മേടിക്കാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കാലാകുമ്പോൾ കറിയുടെ എണ്ണം കുറയും, അല്ലെങ്കിൽ അതിലെ കഷ്ണത്തിന്റെ എണ്ണം കുറയും എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്ക് ധാരണയുള്ളതുകൊണ്ടാണ് അത് ഇപ്പൊ തന്നെ പോകണം എന്നുള്ളത് പറയുന്നത്, ശരിയല്ലേ? അപ്പൊ സ്ത്രീകളെ നിങ്ങൾ കമ്പാരിറ്റീവ്ലി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നടപ്പിലാക്കാൻ ഒരു സെൻസ് ഓഫ് അർജൻസി അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. നമുക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ അത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ അർജന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണെന്നുള്ളത്. പക്ഷേ ആ ഒരു അർജൻസി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഓരോ ദിവസവും അടുപ്പ് വൃത്തിയായിട്ട് പുകയുന്നതും വീട്ടിലെ കാര്യങ്ങൾ ഒരു തടസ്സം കൂടാതെ നടക്കുന്നതും. ഇത് നമ്മൾ പഠിക്കേണ്ടത് സ്ത്രീകളിൽ നിന്നാണ്.
കാരണം അവിടെ എന്തുണ്ട്, ഒരു സെൻസ് ഓഫ് അർജൻസി ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു സെൻസ് ഓഫ് അർജൻസി ഉണ്ടോ? ആർസിഎം ബിസിനസ്സിലേക്ക് വന്ന് കൊല്ലങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവര് ഓരോ കൊല്ലവും പടിപടിയായിട്ട് സ്റ്റെപ്പുകൾ കയറി പോകുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഒരേ പടിയിൽ തന്നെ കൊല്ലങ്ങളായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഒരേ പടിയിൽ കൊല്ലങ്ങളായിട്ട് ഇരിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു? കാരണം അവിടെ ഒരു സെൻസ് ഓഫ് അർജൻസി ഇല്ല. നാളെ ആണെങ്കിലും സ്റ്റാർ ആവാലോ, മറ്റന്നാളാണെങ്കിലും സ്റ്റാർ ആവാലോ, അടുത്ത കൊല്ലമെങ്കിലും സ്റ്റാർ ആവാലോ, ഇങ്ങനെ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് വളരാത്തത്. നാളെ ഇല്ലെങ്കിലോ? നമുക്ക് പറയാൻ പറ്റുമോ നാളെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്? ഇനി നാളെ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക. നാളെ നമ്മൾ ആ കാര്യം ഏറ്റെടുത്ത് ചെയ്യുന്നത് ഇന്നുള്ള ആരോഗ്യസ്ഥിതിയിലാണോ ഏറ്റെടുത്ത് ചെയ്യുക? എനിക്ക് വേണമെങ്കിൽ അടുത്ത പിന്നിലേക്ക് വേണമെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഫൈനാൻഷ്യലി യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈസി ആയിട്ട് കാര്യങ്ങൾ പോകും അടുത്ത 10 കൊല്ലം. പക്ഷേ ആ 10 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നിനെ നിലനിർത്താനുള്ള ആരോഗ്യശേഷി എനിക്ക് ഉണ്ടാവോ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത്, കൈകാൽ ചലിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് സമയം. അത് അനാവശ്യമായിട്ട് പാഴാക്കി കളയരുത്. നിങ്ങളുടെ 35-ാമത്തെയും 40-ാമത്തെയും വയസ്സിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഒരു പക്ഷെ നിങ്ങളുടെ 70-ാമത്തെയും 80-ാമത്തെയും വയസ്സിൽ ചെയ്യാൻ പറ്റില്ല. അന്ന് പശ്ചാത്തപിക്കുന്നതിനേക്കാളും നല്ലത് ഇന്ന് നല്ല രീതിക്ക് കൈകാല ആരോഗ്യമുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ കണക്ക് എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. ഒരു ശരാശരി മനുഷ്യന് ഈ ഭൂമിയിൽ 4000 ആഴ്ചകളേ ഉള്ളൂ. അതിനപ്പുറം കടന്നു പോകുന്ന കേസുകൾ ഇന്നത്തെ കാലത്ത് വളരെ ചുരുക്കാം. ആ 4000 ആഴ്ചകളിൽ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും കേസിൽ ഇനി 2000-മോ അല്ലെങ്കിൽ അതിനും കുറവ് ആഴ്ചകളേ ഉള്ളൂ. എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇനി ആ 2000 ആഴ്ചകളിൽ നമ്മൾ ചെയ്യേണ്ടത് നഷ്ടപ്പെട്ടു പോയ 2000 ആഴ്ചകളിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ, അല്ലെങ്കിൽ അതിനപ്പുറം നമ്മൾ കവറപ്പ് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടൈം ഈസ് ഓഫ് എസെൻസ്. നമ്മുടെ കയ്യിൽ അധികം സമയമില്ല. ദർ ഷുഡ് ബി എ സെൻസ് ഓഫ് അർജൻസി. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാണ് ആരോഗ്യം, 2 സമ്പത്ത്, 3 ബന്ധങ്ങൾ, 4 നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്, അതായത് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഓരോന്നായിട്ട് നമുക്ക് പടിപടിയായിട്ട് നോക്കാം. ഒന്നാമതാണ് ആരോഗ്യം. എങ്ങനത്തെ ഒക്കെ ആരോഗ്യമാണ് നമുക്ക് വേണ്ടത്? നമ്മൾ ആരോഗ്യത്തെ പറ്റി പറയുമ്പോൾ ജനറലി നമ്മൾ ഒരു ശരീരത്തെ പറ്റി മാത്രമാണ് പറയാറ്. പക്ഷെ ആരോഗ്യത്തെ നമ്മൾ 3 രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അതിൽ ആദ്യത്തേതാണ് ഫിസിക്കൽ ഹെൽത്ത്. ഇപ്പോ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ജെസ്സി മാഡത്തിനോട് ഞാൻ ചോദിക്കുകയാണ്, മാഡം ഇപ്പൊ എവിടെയാ താമസിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജെസ്സി മാഡം പറയും ഞാൻ എന്റെ വീട്ടിലാണെന്ന് പറയും. ഡൽഹി മാഡം പറയും ഞാൻ എന്റെ വീട്ടിലാണ്. അനിരുദ്ധൻ സാറും പറയും ഞാൻ എന്റെ വീട്ടിലാണ്, ഇന്ന സ്ഥലത്താണ് എന്ന് പറയും ചിലപ്പോ. ശരിയല്ലേ? എന്നാൽ നമ്മൾ ശരിക്കും താമസിക്കുന്നത് എവിടെയാ? നമ്മുടെ ശരീരത്തിലാണ്, അല്ലെ? നമ്മുടെ ശരീരത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഈ ശരീരത്തിന് അതിനെ നിലനിർത്താനും അത് മുന്നോട്ട് നയിക്കാനുമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മുടെ വീട്ടില് ചെറിയ ചെറിയ പണികൾ വരുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ ഒരു മേസ്ത്രീനെ വിളിച്ച് അത് ശരിയാക്കും, ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ശരിയാക്കും, ഒരു പ്ലംബറിനെ വിളിച്ച് ശരിയാക്കും. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ നമ്മൾ പലപ്പോഴും കാര്യമായിട്ട് വകവെക്കാറില്ല. പിന്നത്തേക്ക് 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 എന്നുള്ള രീതിയിലേക്ക് അത് മൂർധന്യാവസ്ഥയിൽ എത്തുന്ന വരെ നമ്മൾ കൊണ്ടെത്തിക്കും. കാരണം ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇന്നും നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. കാരണം നമ്മൾ വസിക്കുന്നത് ഈ ശരീരത്തിലാണെന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ ശാരീരിക ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതാണ് മെന്റൽ വൈബ്രൻസ്. ശാരീരിക ആരോഗ്യം മാത്രം ഉണ്ടായാൽ പോരാ. നിങ്ങൾക്ക് നല്ല എനർജി ഉണ്ട്, നിങ്ങളുടെ ബോഡി നല്ല ഫിറ്റ് ആണ്, ഒക്കെ ശരിയാണ്. പക്ഷെ മാനസികമായിട്ട് നിങ്ങൾ അസ്വസ്ഥരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നല്ല ആരോഗ്യമുണ്ടെങ്കിലും എത്ര നല്ല ഫിസിക്കൽ എനർജി ഉണ്ടെങ്കിലും അതിനൊരിക്കലും നിങ്ങളുടെ മാക്സിമം ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥത. നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായാൽ തന്നെ നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. ഇനി മനസ്സ് അസ്വസ്ഥമാവാനുള്ള കാരണം എന്താ? നിങ്ങളുടെ ബ്രെയിനിന് വേണ്ട പോസിറ്റീവായിട്ട് ഡോപ്പോമിൻ എന്താ പറയുക ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ബ്രെയിനിന് കൊടുക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിലെ മെന്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ഡിപ്രഷൻ, ഇതൊക്കെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ബ്രെയിൻ ഹെൽത്തി അല്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ആരോഗ്യമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് നന്നായിരിക്കണം, നിങ്ങളുടെ മെന്റൽ വൈബ്രൻസ് ഓൺ ആയിരിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രെയിൻ വളരെ ഹെൽത്തി ആയിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങൾക്കും എങ്ങനെ അത് നേടിയെടുക്കാം, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫിസിക്കൽ ഹെൽത്തിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ താമസിക്കുന്ന ഈ ശരീരത്തിന് നമ്മൾ ഒരു വണ്ടി മേടിക്കുമ്പോൾ ആ വണ്ടിക്ക് കൊടുക്കുന്ന സർവീസ് പോലെ ഒരു പരിഗണന നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ പ്രോപ്പർലി സർവീസ് ചെയ്യുന്നുണ്ടോ? ആ സർവീസിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, കൺസ്യൂം ഹെൽത്തി ആൻഡ് നാച്ചുറൽ ഫുഡ്. നല്ല ഭക്ഷണം, ആരോഗ്യദായകമായ ഭക്ഷണം
നമ്മുടെ ശരീരത്തിന് നമ്മൾ ഇന്ധനമായിട്ട് കൊടുക്കുന്നുണ്ടോ? ഈ ആരോഗ്യദായകമായിട്ടുള്ളതും മായം ചേർക്കാത്തതും നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് എവിടുന്ന് കിട്ടും? RCM എന്ന പ്രസ്ഥാനത്ത് നിന്ന് നമുക്ക് സുലഭമായിട്ട് കിട്ടാനുണ്ട്. ഓരോ ദിവസവും മണിക്കൂറുകളോളം പരീക്ഷണം നടത്തി, റിസർച്ച് നടത്തി, അതിന്റെ എന്താ പറയാ, പോസിറ്റീവും നെഗറ്റീവും ചിക്കിച്ചെറുകി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് ഒരു ഉൽപ്പന്നം കമ്പനി എത്തിക്കുന്നത്. അപ്പോൾ അത്രയും സേഫ്റ്റി മെഷേഴ്സ് കൊണ്ടുവന്ന് നമ്മുടെ ആരോഗ്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ഈ കമ്പനി ഇറക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ വളർത്താനും നല്ല രീതിയിൽ മാനസികമായിട്ടുള്ള ഒരു എനർജി തരാനും ഇത് സഹായിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ന്യൂട്രിചാർ എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ്. 23ഓളം പോഷക ഉൽപ്പന്നങ്ങൾ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിചാർ എന്നുള്ള സെഗ്മെന്റ്. സോ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ശരീരത്തിനെ പരിപാലിക്കാൻ കൺസ്യൂം ഹെൽത്തി ആൻഡ് നാച്ചുറൽ ഫുഡ്. അതിന് നിങ്ങൾ പുറത്ത് അനവധി സമയം ചെലവഴിച്ച് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് RCM എന്ന പ്രസ്ഥാനത്തിലൂടെ ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടിക്ക് മാർക്ക് ഇടാം. രണ്ടാമതാണ് എക്സസൈസ് ഡെയിലി. 20 മിനിറ്റ് എങ്കിലും ഡെയിലി നമ്മൾ എക്സസൈസ് ചെയ്യണം. ഇത് ഒരാൾ പറഞ്ഞ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു മോട്ടിവേഷൻ കേട്ട് നമ്മൾ തുടങ്ങേണ്ടതോ അല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നേണ്ട കാര്യം. കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കാലുകൾക്കും കൈകൾക്കും ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായേക്കാം. പക്ഷെ ആ ഫ്ലെക്സിബിലിറ്റി നിലനിൽക്കണമെങ്കിൽ നമ്മൾ അതിനെ നിരന്തരമായിട്ട് സർവീസ് ചെയ്യണം. ആ സർവീസിങ്ങിനെയാണ് എന്ത് പറയാ? എക്സസൈസ് എന്നുള്ളത് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗ ചെയ്യാം, അല്ലെങ്കിൽ യോഗയിൽ തന്നെ അനവധി വേറെ സെഗ്മെന്റുകൾ വേറെ തന്നെ ഉണ്ട്. നമുക്ക് അക്രോബാറ്റിക്സ് ചെയ്യാം, അതേപോലെ തന്നെ മാർഷ്യൽ ആർട്സ് വേണമെങ്കിൽ മാർഷ്യൽ ആർട്സ് ചെയ്യാം, കിക്ക് ബോക്സിങ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ശരീരം മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 20 മിനിറ്റ് എങ്കിലും നമ്മൾ മിനിമം നമ്മൾ ചെയ്തിരിക്കണം. അതിന് നമ്മളൊരു പ്രാധാന്യം കൊടുത്തേ പറ്റൂ. കാരണം വിയർക്കാത്ത ശരീരം ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ശരീരം എന്ന് ഡോക്ടർ രാജൻ സാറ് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ശരീരം വിയർക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് അസുഖത്തിന്റെ ഒരു ലക്ഷണമാണ്, അനാരോഗ്യത്തിന്റെ ലക്ഷണമാണ്. സോ എക്സസൈസ് ഡെയിലി. പല ആൾക്കാരും എന്നോട് പറയാറുണ്ട് സമയം കിട്ടാറില്ല എന്നുള്ളത്. സമയം കിട്ടില്ല, സമയം ഉണ്ടാക്കുകയാണ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ മൊബൈൽ നോക്കാൻ നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അതിനൊരാളും ഇന്നേ വരെ എന്നോട് പറഞ്ഞിട്ടില്ല സാറേ എനിക്ക് മൊബൈൽ നോക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളത്. ശരിയല്ലേ സുനിൽ സാർ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അയ്യോ എനിക്ക് മൊബൈൽ നോക്കാൻ സമയം കിട്ടുന്നില്ല? ആരും പറയില്ല. പക്ഷേ ഈ മൊബൈല് നമ്മുടെ ജീവിതത്തിന്റെ അനവധി സമയം, ഇഷ്ടം പോലെ സമയം അനാവശ്യമായിട്ട് കളയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ട സമയം പോലും നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ നാളെ ഒരു 50-ാമത്തെ 60-ാമത്തെ വയസ്സിൽ നമ്മൾ നേരിടാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ പ്രധാന കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ മാത്രമായിരിക്കും. കാരണം നമ്മൾ ഇന്നൊരു തീരുമാനം എടുത്തില്ല. ഞാൻ പറയുന്നു ഇന്ന് തൊട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഒരു 20 മിനിറ്റ് എന്നാൽ വീട്ടിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ജിമ്മിൽ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. വീട്ടിലൊരു കോണിപ്പടി ഉണ്ടെങ്കിൽ കോണിപ്പടി ഒന്ന് കയറി ഇറങ്ങുക. ഒരു 10 വട്ടം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി അത് പറ്റുന്നില്ലേ, നിങ്ങളൊരു സ്റ്റെപ്പ് കയറി ഇറങ്ങുക, ഒന്ന് പുറത്തൊന്നും നടക്കാൻ പോകുക. നിങ്ങൾക്ക് അധികം മുറ്റോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, വീടിന്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുക. ബി എന്താ പറയാ, മൂവിങ്. നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ മൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിത ശൈലിയിലേക്ക്, നമ്മുടെ ആ ഒരു എന്താ പറയാ ഹാബിറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരിക. പിന്നെ മൂന്നാമത്തെ കാര്യം, സ്റ്റോപ്പ് ബാഡ് ഹാബിറ്റ്സ് ആൻഡ് അൺസേഫ് ബിഹേവിയർ. ബാഡ് ഹാബിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്താന്നുള്ളത്. ഒന്നാണ് സ്മോക്കിംഗ്. കാരണം അതിന്റെ ഫലം ഇപ്പോഴല്ല അറിയാം, ഒരു 20-30 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാലാണ് അതിന്റെ സിംറ്റംസ് നമ്മൾ ശരിക്കും കണ്ടു തുടങ്ങുക. പിന്നെ അവിടുന്ന് റിക്കവർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. രണ്ടാമതാണ് ആൽക്കഹോളിസം, ക്രോണിക് ആൽക്കഹോളിസം. എന്നും മുടങ്ങാതെ ഈ ലഹരി എന്ന് പറയുന്നത് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് തന്നെ അകറ്റും. ഞാൻ ആരാ എന്നൊരു ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുന്ന ഒരു ലെവലിലേക്ക് ഈ ലഹരി മാറ്റും. കാരണം അത് കുറച്ചു നേരത്തേക്ക് നിങ്ങളെ വേറൊരു ലോകത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ്. ആദ്യം നിങ്ങൾ ടെൻഷൻ മാറ്റാൻ വേണ്ടി തുടങ്ങി, പിന്നെ എന്ത് കാര്യങ്ങൾ വന്നാലും കുടിക്കാൻ ഒരു കാരണം അല്ലെങ്കിൽ വലിക്കാൻ ഒരു കാരണമായിട്ട് അത് മാറുമ്പോൾ ജീവിതത്തിന്റെ 80% ഇത് വലിച്ചു കൊണ്ടുപോകുമ്പോൾ സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ നാച്ചുറലി നമ്മൾ ആസ്വദിക്കേണ്ട കാര്യങ്ങൾക്കൊന്നും നമുക്ക് ആസ്വാദനം കിട്ടില്ല ഇതില്ലാതെ. അങ്ങനെ അവിടെ നിന്ന് റിഡീം ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. റീഹാബിലേഷൻ സെന്ററിലേക്ക് നിർബന്ധിതമായിട്ട് കൊണ്ടുപോകേണ്ടി വരും. അവിടെ ഒരുപാട് കാലം ചെലവഴിക്കേണ്ടി വരും. എന്നാലും മാറാത്ത കേസുകളുണ്ട്. സോ അതിനൊന്നും പോവാതെ ജീവിതത്തിൽ അല്ലാതെ തന്നെ നമുക്ക് ലഹരി കിട്ടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഒരു നല്ലൊരു കൂട്ടായ്മ, RCM ബിസിനസ് തരുന്നത് ഏറ്റവും നല്ലൊരു കൂട്ടായ്മയാണ്. ഇറ്റ് ഈസ് എ സേഫ് ബിഹേവിയർ അല്ലെ. ഒരു ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിലേക്കാണ് നിങ്ങളെ RCM ബിസിനസ് കൊണ്ടുവരുന്നത്. RCM എന്ന ലഹരിനെ നിങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയാ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു തോന്നൽ പോലും അത്തരത്തിൽ ഉണ്ടാവില്ല. ഞാനിപ്പോ ഈ അടുത്ത് ഗോവയിൽ പോയി, അത് കഴിഞ്ഞ് മുംബൈയിൽ ഞാൻ കുറച്ച് ദിവസം അവിടെ താമസിച്ചു. അപ്പം
ഞാൻ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് പാൻപരാഗിന്റെ പാക്കറ്റുകളാണ്. ആൾക്കാർ രാവിലെ ജോലിക്ക് പോകുന്നേക്കാളും മുന്നേ കടയിൽ നിന്ന് പാൻപരാഗ് മേടിക്കുന്നു, ചുണ്ടിന്റെ താഴെ തിരികുന്നു, പോകുന്നു. ഇവരെ സംബന്ധിച്ച് അതൊരു ശീലമായിട്ട് മാറി. കാരണം ഇതില്ലാതെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, ഇതില്ലാതെ എനിക്ക് ഉത്തേജനം കിട്ടില്ല, ഇതില്ലാതെ എനിക്ക് ഊർജം കിട്ടില്ല എന്നൊരു രീതിയിലേക്ക് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി. ഞാൻ പറയുന്നു, അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോകുന്നേക്കാളും നല്ലത് ഇന്ന് നല്ലതെന്തെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇത്തരത്തിലെ കാര്യങ്ങളിലേക്ക് കടക്കാതെ RCMനെ സജീവമായിട്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഈ പറഞ്ഞ ബാഡ് ഹാബിറ്റ്സ് നിന്ന് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. സോ ഫിസിക്കൽ ഹെൽത്ത് ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. നല്ല ഭക്ഷണം കഴിക്കുക, എക്സസൈസ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള ദുശീലങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. സോ ദാറ്റ് ഈസ് ഫിസിക്കൽ ഹെൽത്ത്. ഇനി രണ്ടാമതാണ് മെന്റൽ ഹെൽത്ത്. ഞാൻ പറഞ്ഞു, മാനസികാരോഗ്യം ഇന്നത്തെ കാലത്ത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് പല വീടുകളിലും എന്താ പറയാ ഒരു മുഴങ്ങുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ നമ്മൾ റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ, സോ മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് പോയിന്റ് ഈസ് ഫൈൻഡ് സംതിങ് ടു ബി ഗ്രേറ്റ്ഫുൾ അബൌട്ട്. നന്ദിയുള്ളവനായിട്ട് മാറുക. നമുക്ക് ജീവിതത്തിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആരും പ്രശ്നമില്ലാത്തതൊന്നുമില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് ചെറുതോ വലുതോ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ വരും. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ രണ്ട് രീതിയിൽ അതിനെ നേരിടാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാഹചര്യത്തെ കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തെ കുറ്റപ്പെടുത്താം. ഈ രണ്ട് കാര്യങ്ങളാണ് പൊതുവെ ആൾക്കാർ ചെയ്തു വരുന്ന കാര്യങ്ങൾ. എന്നാൽ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു റെസ്പോണ്ട് മെന്റാലിറ്റിനേക്കാളും ഉപരി അവിടെ ഒരു എന്താ പറയുക റിയാക്ഷൻ മെന്റാലിറ്റിനേക്കാളും ഉപരി അവിടെ ഒരു റെസ്പോണ്ട് മെന്റാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യാം. അതായത് ഒരു കാര്യം വന്നു, അതിന്റെ വരും വരായികളെ പറ്റി തിരിച്ചറിയാതെ പെട്ടെന്ന് അതിനൊരു റിയാക്ഷൻ കൊടുക്കുക. എന്നാൽ റെസ്പോണ്ട് എന്ന് വെച്ചാൽ ആലോചിച്ച് മെച്യൂരിറ്റിയോട് കൂടിയിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നതിനാണ് എന്ത് പറയാ, റെസ്പോണ്ട് എന്ന് പറയാ. ഒരു കാര്യത്തിന്റെ ഔട്ട്കം, ഒരു റിസൾട്ട് നമുക്ക് എപ്പോഴാണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷന്റെ സ്ഥലത്ത് നമ്മൾ റെസ്പോൺസ് കൊണ്ടുവരുമ്പോഴാണ്. ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും രാമായണം അറിയാം. രാമായണത്തില് ശൂർപ്പണഖയുടെ മൂക്ക് മുറിച്ച് ശൂർപ്പണഖ ചെന്ന് രാവണനോട് കംപ്ലൈന്റ് പറയുന്നു, എന്റെ മൂക്ക് മുറിച്ചു സഹോദര എന്ന് പറയുന്നു. അപ്പൊ രാവണൻ പറഞ്ഞു, ഈ ലങ്കേശ്വരന്റെ പെങ്ങളുടെ മൂക്ക് മുറിക്കാൻ ആർക്കാണ് ധൈര്യം വന്നേ എന്ന് പറഞ്ഞിട്ട് രാവണൻ ഒരു തീരുമാനം എടുക്കുന്നു, ആരാണോ മൂക്ക് മുറിച്ച് അവരുടെ കുടുംബത്തിനെ മൊത്തം ഇല്ലാതെയാക്കും എന്നുള്ളത്. പക്ഷെ അതൊരു റിയാക്ഷനാ. ആ റിയാക്ഷൻ കാരണം എന്ത് സംഭവിച്ചു? ലങ്ക മൊത്തം ഇല്ലാതെ, ആ സാമ്രാജ്യം മൊത്തം ഇല്ലാതെ. അതേ സമയത്ത് ഈ ശൂർപ്പണഖ കരഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് രാവണൻ രാവണനോട് ഈ കംപ്ലൈന്റ് ഒക്കെ ബോധിപ്പിച്ചതിന് ശേഷം രാവണൻ ചോദിക്കുകയാണ്, അല്ല, ഒരാൾ വെറുതെ മൂക്ക് മുറിക്കില്ലല്ലോ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല മൂക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്, നീ എന്താ ചെയ്തേ എന്ന് ചോദിച്ചാൽ അവര് പറയും, ഞാൻ ഇന്നതാണ് ചെയ്തതെന്ന് പറയും. അപ്പൊ രാവണൻ പറയാണ്, ആ ചെയ്തത് ശരിയല്ല, അതുകൊണ്ടല്ല അങ്ങനെ കിട്ടിയ ചോദിച്ചു കഴിഞ്ഞാൽ സാമ്രാജ്യം അതുപോലെ ഉണ്ടായിരുന്നു, മറ്റെല്ലാം അതുപോലെ ഉണ്ടായിരുന്നു, ശരിയല്ലേ? അപ്പൊ നമ്മളൊരു കാര്യത്തിനെ എങ്ങനെ നമ്മൾ കാണുന്നു, അതിനെ നമ്മൾ എങ്ങനെ എന്താ പറയുക ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു, അത് വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ നമുക്ക് അവിടെ റിയാക്ഷൻ അല്ല വേണ്ടേ, റെസ്പോൺസ് ആണ് വേണ്ടേ. ആ റെസ്പോൺസ് വരണമെങ്കിൽ നമ്മൾ ഈ ജീവിതത്തിൽ സർവ്വചരാചരത്തിനോടും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്താ പറയാ നമ്മൾ എന്താ പറയാ ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സങ്കടഘട്ടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് പോവുക. മെഡിക്കൽ കോളേജിൽ പോയി ആ വരാന്തയിലൂടെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ ഈ അറ്റം തൊട്ട് ആ അറ്റം കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ദൈവത്തിനോട് പറയും, ഭാഗ്യം, എനിക്ക് ഇത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്ക് കൈകാലം അനക്കാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് വേറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് നിങ്ങൾ ദൈവത്തിനോട് പറയും. നമ്മൾ എപ്പോഴും നോക്കി കാണുന്നത് നമ്മുടെ പ്രശ്നങ്ങളെ. പക്ഷെ നിങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നടന്നു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെക്കാളും വലിയ പ്രശ്നങ്ങളാണ് അപ്പുറത്തുള്ളവർക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്കത് തരണം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഫൈൻഡ് സംതിങ് ടു ബി ഗ്രേറ്റ്ഫുൾ അബൌട്ട്. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നു, അതിനൊരാൾ കാരണമാണല്ലോ. ഇപ്പൊ അദ്ദേഹം നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ സൂമിൽ ക്ലാസ് കേൾക്കുന്നത്, ശരിയല്ലേ? ബി ഗ്രേറ്റ്ഫുൾ ടു ദം. അവര് വന്നുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടായി, നിങ്ങളുടെ വീട്ടിലേക്ക് കുറച്ച് വരുമാനം കിട്ടുന്നുണ്ട്, കുറച്ച് അരി എത്തുന്നുണ്ട്, നിങ്ങളുടെ കുറച്ച് പേർക്ക് ഈ ബിസിനസിന്റെ സാധ്യത പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറിയെങ്കിൽ അതിന്റെ ഒറ്റ കാരണം നിങ്ങൾ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ ആളാണ്. അത് മാത്രം മതി അദ്ദേഹത്തിനോട് ജീവിതകാലം മൊത്തം കടപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതേ കടപ്പാട് തന്നെ ജീവിതത്തിലെ സർവ്വചരാചരങ്ങളോടും നമുക്കുണ്ടായാൽ മതി. നമ്മളെ രക്ഷിതാക്കളോട്, നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാരോട്, നമുക്ക് നിൽക്കാൻ മണ്ണ് തന്ന നമ്മുടെ ഈ പ്രകൃതിയോട്, ശ്വസിക്കാൻ വായു തന്ന ഈ പ്രകൃതിയോട്, കാണാൻ വെളിച്ചം തന്ന ഈ പ്രകൃതിയോട് നന്ദിയുള്ളവനായാൽ മതി. അപ്പൊ രാവിലെ
ഒരു റൂട്ടീൻ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ, രാവിലെ എണീറ്റ് കുറച്ച് കാര്യങ്ങളോട് നന്ദി പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. രണ്ടാമതാണ് ക്രിയേറ്റ് ആൻ എൻവയോൺമെന്റ് ഓഫ് ഫൈനാൻഷ്യൽ ആൻഡ് സോഷ്യൽ ഡൈവേഴ്സിറ്റി. നിങ്ങളുടെ ചുറ്റും നിങ്ങൾ അസോസിയേറ്റ് ചെയ്യേണ്ട ആൾക്കാരെന്ന് പറയുന്നത് ഫൈനാൻഷ്യലും സോഷ്യൽ ഡൈവേഴ്സിറ്റിയുള്ള ആളായിട്ട് മാറണം. ഇപ്പം പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഇപ്പം ഞാൻ IT മേഖലയിൽ വർക്ക് ചെയ്ത ആളാണ്. IT മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ക്വാളിഫിക്കേഷൻ, ഒരേ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈവിധ്യമില്ല. ഞാൻ ഒരേ പാറ്റേൺ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴും അവരുമായിട്ട് സമയം ചെലവഴിക്കുമ്പോഴും എന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു നിശ്ചിതമായ ചട്ടക്കൂടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു മൈൻഡ് സെറ്റാണ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിട്ടിരിക്കുന്നത് ജോലിക്കാരിൽ നിന്നാണ്. കാരണം അവരൊരു ചട്ടക്കൂടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവരോട് ഈ RCM എന്ന ആശയത്തെ പറ്റി പറയുമ്പോൾ അവർക്ക് ഒരിക്കലും അതൊന്ന് പുറത്ത് വന്ന് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചുറ്റുവട്ടം, നമ്മുടെ അസോസിയേഷൻ എന്ന് പറയുന്നത് വൈവിധ്യമുള്ളതായിരിക്കണം. ഫൈനാൻഷ്യലിയും അതെ, സോഷ്യലിയും അതെ. ഫൈനാൻഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിത ആൾക്കാരുമായിട്ട് മാത്രമേ ഞാൻ കൂട്ടുകൂടൂ എന്നുള്ളതല്ല. നമ്മുടെ കൂട്ടുകെട്ടില് എല്ലാ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരും വേണം. കാരണം അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട്, പഠിക്കാനുണ്ട്. ഇപ്പൊ ബിസിനസ് ചെയ്ത് നഷ്ടപ്പെട്ട ഒരാളെ എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പഠിക്കാനുണ്ട്. അതേപോലെ ഒരു ജോലിക്കാരൻ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിൽ അല്ലെങ്കിൽ ക്ലോസ് അസോസിയേഷനിൽ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഡിസിപ്ലിനെ പറ്റി പഠിക്കാനുണ്ട്. അയാൾ 20,000 രൂപ കൊണ്ട് അയാളുടെ മകനെ രാജഗിരി കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റി പഠിക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളെക്കാളും അറിവുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുവരിക, നമ്മളെക്കാളും വൈവിധ്യമാർന്ന സോഷ്യൽ എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവുന്ന മാത്രമല്ല, അവര് നേരിടുന്ന ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ നേരിടുന്നില്ലെന്നോ ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഉടലെടുക്കും. ഇത് മെന്റൽ ഹെൽത്തിന് വളരെ പോസിറ്റീവായിട്ട് നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ആൾക്കാരുടെ മെന്റൽ ഹെൽത്ത് തകർന്നു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കോർപ്പറേറ്റ് കൾച്ചറിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്. കാരണം അവരൊരു നിശ്ചിത ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കാണുന്നുള്ളൂ. അതിനപ്പുറം കടന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനപ്പുറം ഒരു ലോകമുണ്ട് എന്നുള്ളതോ അവർക്ക് തിരിച്ചറിയാനുള്ള ശേഷി അത്തരത്തിലൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നില്ല. എന്നാൽ RCMലേക്ക് നിങ്ങൾ വന്നു നോക്കൂ, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർ, പല ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർ, ഇവരൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും നമുക്ക് എന്തുണ്ട്, ഓരോന്നോരോന്ന് പഠിക്കാനുണ്ട്, ഓരോരോ അറിവുകൾ നമുക്ക് എന്തുണ്ട്, നേടാനുണ്ട്. അപ്പൊ അത് തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഹെൽത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. മൂന്നാമതാണ് ക്രിയേറ്റ് ഹാപ്പിനെസ് റിച്വൽസ് ആൻഡ് സർവീസ് ദ ലെസ് പ്രിവിലേജ്. മൂന്നാമത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ മെച്ചപ്പെടുത്താൻ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഹാപ്പിനെസ് റിച്വൽ ഉണ്ടാക്കാം. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കുറച്ച് സമയം അതിനു വേണ്ടി ചെലവഴിക്കാം. ഇപ്പൊ നല്ലൊരു പൂന്തോട്ടമുണ്ട്, ഗാർഡനിങ് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമാണെങ്കിൽ ഗാർഡനിങ് ചെയ്യുക. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് സന്തോഷം തരുന്നത് ആ കാര്യം കുറച്ച് നേരം നിങ്ങൾ ജീവിതത്തിൽ അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. ഇപ്പം എന്റെ അമ്മയ്ക്ക് രാവിലെ അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ രാവിലെ അമ്മയുടെ കൂട്ടുകാരിയായിട്ട് അമ്പലത്തിൽ പോകും. അത് അമ്മയുടെ ഒരു ഹാപ്പിനെസ് റിച്വലാണ്. അതേപോലെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ദിവസവും ഒരു ഹാപ്പിനെസ് റിച്വൽ വേണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹാപ്പിനെസ് റിച്വൽ ഉണ്ട്, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന്റെ പ്രധാന കാരണം എന്താ, നമുക്ക് സന്തോഷം വേണം. അങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് ഒരു കാര്യം തന്നെ നമ്മൾ ഒരു പരിധിക്ക് അപ്പുറം ചെയ്തു കഴിഞ്ഞാൽ അത് സന്തോഷത്തെക്കാളും കൂടുതൽ ദുഃഖം തരും. അതിനൊരു നിശ്ചിത സമയം അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ എനിക്ക് ബാഡ്മിന്റൺ കളിക്കാൻ ഇഷ്ടം, അത് ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ടോ? അതേ സമയത്ത് എനിക്ക് ജിലേബി കഴിക്കാൻ ഇഷ്ടമാണ്. നല്ല മഞ്ഞ എന്താ പറയാ, നല്ല മെലിഞ്ഞ ജിലേബി ഉണ്ട്, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കും, അത് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ രാവിലെ കിട്ടിയാലും ഞാൻ കഴിക്കും. പക്ഷെ അതെന്നും കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല ഹാപ്പിനെസ്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, അത് ചിലപ്പോൾ ശാരീരികപരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം, മാനസികമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം, സമ്പത്തിന്റെ കേസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അത്തരം കാര്യങ്ങളിൽ ഹാപ്പിനെസ് റിച്വൽ നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു ഹാപ്പിനെസ് റിച്വൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ പറ്റുമ്പൊക്കെ നിങ്ങളെക്കാളും സാമ്പത്തിക ശേഷി കുറവുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമായ ആൾക്കാരെ പരിചരിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക. എല്ലായ്പ്പോഴും ചിലപ്പോൾ നേരിട്ട് പോകാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നു, പറ്റുമ്പോഴൊക്കെ നേരിട്ട് പോവുക, നേരിട്ട് പോയി അവരായിട്ടൊന്ന് സംസാരിക്കുക. എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ UPI ട്രാൻസാക്ഷൻ വഴിയോ അല്ലെങ്കിൽ വെറുതെ പേയ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല. അവരുമായിട്ട് സംസാരിച്ച് അവർക്ക് എന്താണോ ആവശ്യം അത് നമുക്കൊന്ന് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ എന്തോരം ഭാഗ്യവാന്മാരാ. അവർ നേരിടുന്നതിന്റെ 10-1 ബുദ്ധിമുട്ട് പോലും നമ്മൾ നേരിടുന്നില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചു. അപ്പൊ തന്നെ നമ്മുടെ മെന്റൽ സ്ഥിതി കുറച്ച് ബെറ്റർ ആയിരിക്കും. ഈ അടുത്ത് നമ്മളെല്ലാവരും വായിച്ച ഒരു വാർത്ത ഉണ്ടായിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ CJ റോയ്, അദ്ദേഹം റെയ്ഡിനിടയിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. റെയ്ഡിൽ ഉണ്ടായ സമ്മർദ്ദം കാരണമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്.
എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? അദ്ദേഹം ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആളൊന്നുമല്ല, നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് മാത്രമായിരുന്നു. പോസിറ്റീവിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ അനുകൂലമായി വരുമ്പോൾ മാത്രമേ അവർ പോസിറ്റീവായിട്ട് ചിന്തിക്കുള്ളൂ. എന്നാൽ പോസിബിലിറ്റി തിങ്കർ ആയിരുന്നെങ്കിൽ, സാധ്യതകളെ പറ്റി ചിന്തിച്ച ഒരാളായിരുന്നെങ്കിൽ ആൾ ഒരിക്കലും അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യില്ലായിരുന്നു, അല്ലെ? അപ്പൊ ഒരു പക്ഷേ ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആ പ്രശ്നത്തെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ആ പ്രശ്നത്തെ തരണം ചെയ്ത് അടുത്ത തലത്തിലേക്ക് പോവാൻ പറ്റും എന്നൊരു വിശ്വാസം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാവാഞ്ഞതിന്റെ ഒരു കാരണം ഒരു പക്ഷേ ഇപ്പൊ എന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതില്ലാത്തതും ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേര് എന്നെക്കാളും ദുരിതം ഏറുന്നുണ്ട്, ഒരുപാട് പേർക്ക് എന്നെക്കാളും കഷ്ടതകളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ റെയ്ഡ് സിമ്പിൾ ആണെന്നൊരു തോന്നൽ ഒരു നിമിഷമെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ അദ്ദേഹം അതിനെ തരണം ചെയ്തേനെ. ശരിയല്ലേ? അപ്പൊ ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നതും അത്തരത്തിലെ പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടുന്നതിന്റെയും പ്രധാന കാരണം അവർക്ക് ഈ പറഞ്ഞ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു പക്ഷേ ആ നിമിഷത്തിലേക്ക് പോകുന്നതും, അല്ലെങ്കിൽ അവരുടെ ചുറ്റുവട്ടത്ത് അങ്ങനെ ഒരു അന്തരീക്ഷം അവർ ക്രിയേറ്റ് ചെയ്യാത്തതും, അതുമല്ലെങ്കിൽ അവർക്ക് ഒരു ഹാപ്പിനെസ് റിച്ചല് ഇല്ലാത്തതുമാണ്. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് എന്താണ്, ഓക്കെ ആണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് എന്ത് ചെയ്യുക, ഇന്ന് തൊട്ട് പ്രാധാന്യം കൊടുക്കുക. ഇനി മൂന്നാമതാണ് ഹെൽത്തി ബ്രെയിൻ. ഒരു ഹെൽത്തി ബ്രെയിനിന് നമ്മൾ എന്ത് ചെയ്യണം? വായന എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന് കൊടുക്കുന്ന ഭക്ഷണമാണ്. നിങ്ങൾ എത്രത്തോളം വായിക്കുന്നോ അത്രത്തോളം നിങ്ങൾ വളരും. കാരണം വായന എന്ന് പറയുന്നത് നിങ്ങളെ ഒരു വേറൊരു ലോകത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. നമ്മളൊരു സിനിമ കാണുമ്പോൾ ആ സിനിമയുടെ ദൃശ്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ പകരുള്ളൂ. പക്ഷേ നിങ്ങളൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകത്തിലെ 4 വരികളെ നിങ്ങൾക്ക് 4 രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വായിക്കുക. കാരണം നിങ്ങളുടെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ എക്സസൈസ് കൊടുക്കുന്നത് വായനയാണ്. നമുക്ക് പാർക്കിൻസൺസ് അതുപോലെ തന്നെ അൽഷിമേഴ്സ് പോലത്തെ രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടണമെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ബി എ റീഡർ. ഒരു ദിവസം ഒരു 10 പേജ് വായിച്ചാൽ മതി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഒരാഴ്ചയിൽ ഒരു പുസ്തകം, ഇനി അതും പറ്റുന്നില്ലെങ്കിൽ ഒരു മാസത്തിലെങ്കിലും ഒരു പുസ്തകം നമ്മൾ വായിക്കാം. ഞാൻ ചോദിക്കുന്നില്ല എത്ര പേര് വായിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത്, കാരണം എനിക്കറിയാം എത്ര കൈ പൊങ്ങും എത്ര കൈ പൊങ്ങില്ല എന്നുള്ളത്. താരതമ്യേന അത് കുറവാണ് വായന എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ എന്താ പറയാ OV വിജയന്റെയോ അല്ലെങ്കിൽ എന്താ പറയാ ONV കുറുപ്പിന്റെയോ അല്ലെങ്കിൽ എന്താ പറയാ MT വാസുദേവൻ നായരുടെ പുസ്തകങ്ങൾ വായിക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വളർത്താനും നിങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാനും സഹായിക്കുന്ന നല്ല നല്ല പുസ്തകങ്ങൾ, നല്ല ചിന്തകൾ തരുന്നത്, നല്ല രീതിയിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ. ഇപ്പൊ ഇവരുടെ പുസ്തകങ്ങളൊന്നും മോശമെന്നല്ല ഞാൻ പറയുന്നത്, അതൊന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ ബിസിനസ്സിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ കൂടുതൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് ബിസിനസ്സിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്താ, അനിരുദ്ധൻ സാറ് കാണിക്കുന്നുണ്ട് ദീപക് ബജാജിന്റെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന് പറഞ്ഞ പുസ്തകം. അദ്ദേഹം അതിന്റെ മലയാളം പതിപ്പ് ഇപ്പോ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. വെരി ഗുഡ് സാർ, വെരി ഗുഡ്. അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആശയങ്ങൾ നമുക്ക് കിട്ടും. നമ്മളൊക്കെ ഈ ബിസിനസ്സിൽ വന്ന് കാച്ചി കുറുക്കിയ പാല് പോലെ അത്യാവശ്യം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോൾ ഒരു വാക്ക് മതി. ആ ഒരു വാക്കെന്ന് വേണമെങ്കിൽ നമുക്ക് വേറെ 10 വാക്കുകളെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ആ ലെവലിലേക്ക് നമ്മൾ മാറി. അപ്പൊ വായനാശീലം നമ്മൾ കൊണ്ടുവരിക. രണ്ടാമതാണ് ലിസൺ ടു പീപ്പിൾ ഹു ആർ വൈസർ ദാൻ യു. നിങ്ങളെക്കാളും അറിവുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾ കേൾക്കുക. ചുമ്മാ കേട്ടാ പോരാ, കേൾക്കാൻ വേണ്ടി കേൾക്കണം. നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ചെന്നു, ആ ക്ലാസ്സിൽ ഇരുന്നു, വെറുതെ അദ്ദേഹം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി നമ്മൾ ഇരുന്നാൽ നമ്മൾ ഒരിക്കലും പഠിക്കില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് പഠിക്കാനുണ്ടെന്ന മനോഭാവത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും ചെല്ലുള്ളൂ. എനിക്കറിയാം ക്ലാസ്സുകളിലൊക്കെ പോയിരിക്കുമ്പോൾ പല ആൾക്കാരും അവിടെ ഇവിടെ കേട്ട് സംസാരിക്കും. കാരണം അവര് വെറുതെ ആള് വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആൾക്കാരാ. എന്നാൽ ചില ആൾക്കാരുണ്ട്, അവര് നമ്മൾ സ്റ്റേജിൽ കയറിയാൽ തന്നെ ബുക്കും പേനയും എടുത്ത് ഓരോ കാര്യങ്ങളും, ചിലപ്പോൾ ഞാൻ തന്നെ വിചാരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ ഇപ്പൊ എന്തായിരുന്നു ഇത്ര എഴുതി എടുക്കാനുള്ളതെന്ന്. പക്ഷെ അവർക്ക് അതൊന്നുണ്ട്. എന്തുകൊണ്ടാ? അവർ ശരിയായിട്ട് കേൾക്കുന്ന ആൾക്കാരാ. അപ്പൊ നിങ്ങൾ ആരെ കേൾക്കണം? സമ്പന്നരായ ആൾക്കാരെ കേൾക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എന്താ പറയാ, ഈ ബിസിനസ്സിൽ ടോപ്പ് അച്ചീവേഴ്സിനെ മാത്രം കേൾക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളെക്കാളും അറിവുള്ള ഏത് മേഖലയിലായിക്കോട്ടെ, അവർക്ക് നിങ്ങളെക്കാളും അറിവുണ്ടോ, നിങ്ങൾ അവർ കേൾക്കണം. അത്രയേ ഉള്ളൂ. 20,000-30,000 രൂപ പ്രതിമാസം വരുമാനം മേടിക്കുന്ന ആള് ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ള എല്ലാ കാര്യങ്ങളും വട്ടച്ചെലവ് എല്ലാം കൂടിയിട്ട് നിർവഹിച്ചതിന് ശേഷം സേവിങ്സ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് നിങ്ങൾ കേൾക്കണം. കാരണം അത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ പാടാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ വേർതിരിവ് നോക്കിയിട്ടല്ല നമ്മൾ കേൾക്കേണ്ടത്. അയാൾക്ക് നിങ്ങളെക്കാളും ഈ മേഖലയിൽ
പ്രവർത്തന പാരമ്പര്യമുണ്ടോ? ആരോഗ്യത്തിന്റെ ആഘോഷം നമ്മുടെ ഡൽഹി പോൾ മാഡം വായിക്കുന്നുണ്ട് ഇപ്പോ, മനീഷ മാഡത്തിന്റെ പുസ്തകം. അപ്പോ ലിസൺ ടു പീപ്പിൾ ഹു ആർ വൈസർ ദൻ യു. നിങ്ങളെക്കാളും അറിവുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ കേൾക്കുക. അവിടെ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ മാറ്റർ ചെയ്യുന്നില്ല, അയാൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെന്ന് ഒന്നും മാറ്റർ ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയോ ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മുടെ സുനിൽ സാറ്, ഇന്ന് മാത്രമാണ് അദ്ദേഹത്തെ ഞാൻ വീട്ടിൽ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ രാവിലത്തെ 7:30 പ്രോഗ്രാമിന് അദ്ദേഹം എവിടെയാ, അദ്ദേഹം റബ്ബർ വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ആളാണ്. അപ്പൊ അവിടെ വെച്ചിട്ടും അദ്ദേഹം ക്ലാസ് കേൾക്കുന്നുണ്ട് അല്ലെ. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് എടുക്കുന്ന ഏറ്റവും വലിയ പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ആ ഒരു കമ്മിറ്റ്മെന്റ്, ആത്മസമർപ്പണം ഉള്ളതുകൊണ്ടാണ് അവിടെ പ്രവർത്തന മേഖലയിൽ വെച്ചിട്ടും അദ്ദേഹം ഈ ക്ലാസ് കേൾക്കുന്നത്, അതും വീഡിയോ ഓൺ ആക്കിയിട്ടാ കേൾക്കുക. അപ്പൊ ഇതൊക്കെ നമുക്ക് ഓരോരുത്തരും പഠിക്കാനുള്ളതാണ്. എന്നെക്കാളും എന്തോരം അറിവുകൾ അദ്ദേഹത്തിന് പുരാണ സംബന്ധമായിട്ടുള്ളതും സംസ്കൃതത്തിലും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, വൈസർ ദൻ യു ആണ്, എന്നെക്കാളും അറിവുള്ള ആളാണ് അല്ലെ. ആ അറിവുകളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. മൂന്നാമതാണ് എഴുതുക. ഇത് നിങ്ങളുടെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന കാര്യമാണ്. കാരണം എഴുത്ത് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തരും. എനിക്കൊരു തീരുമാനം എടുക്കണോ വേണ്ടേ എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നത് എഴുത്തിലൂടെയാണ്, യെസ് ഓർ നോ എന്നുള്ളത്. ആ എഴുത്ത് നമുക്ക് കുറച്ച് ക്ലാരിറ്റി തരും. പണ്ട് ഡയറി എഴുതിയ ആൾക്കാർക്കൊക്കെ അറിയാം, ഡയറി എഴുതുമ്പോൾ ആ ദിവസം ഞാൻ ചെയ്തത് ശരിയാണോ, ഞാൻ ചെയ്തത് തെറ്റാണോ എന്നുള്ളത് കൃത്യമായിട്ടൊരു അനാലിസിസ് നമുക്ക് വരും. അത് ഡയറി എഴുതുമ്പോഴേ പറ്റുള്ളൂ. കാരണം ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമ്പോൾ സത്യം പറഞ്ഞൊന്നും ചെയ്തില്ല എന്നൊരു തോന്നൽ വരും. ഇതേ കാര്യം നമ്മൾ ബിസിനസ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മതി. ഇന്നത്തെ എന്റെ പ്രവർത്തനം, എന്നിട്ട് നിങ്ങൾ ചെയ്ത് ഇന്ന് 2 പേരെ പോയി കണ്ടു, കാര്യമായിട്ടുള്ള റിസൾട്ട് ഒന്നും വന്നില്ല, നോ പ്രോബ്ലം, എന്നാലും ഞാൻ നാളെ നോക്കും. അപ്പൊ നിങ്ങൾക്ക് ഓരോ ദിവസം, ഒരു മാസം കഴിഞ്ഞാൽ പുസ്തകത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് പിഴവ് വന്നേ, എവിടെയാണ് മികച്ചതാക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ റൈറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തരും. എന്തുകൊണ്ടാണ് പണ്ട് കാലത്ത് ആൾക്കാർ നേരിട്ട് പോയിട്ട് പ്രണയം പറയാതെ കത്തുകളിലൂടെ പ്രണയം പറഞ്ഞത്? കാരണം എന്താ, കത്തിലൂടെ എഴുതുമ്പോൾ എന്താ വെച്ചാൽ അത് കുറച്ചും കൂടി ക്ലാരിറ്റി വരും, കുറച്ചും കൂടി ഭാവന വരും. നിന്നെ കാണാൻ പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന പോലെയാണ്. ഇത് ഒരിക്കലും ഒരാൾക്ക് നേരിട്ട് പോയി സംസാരിക്കാൻ പറ്റില്ല. അത് പറഞ്ഞു വരുമ്പോഴേക്കും വിക്കൽ 4 വട്ടം വരും. പക്ഷെ എഴുതുമ്പോൾ അങ്ങോട്ട് കസർ ചെയ്തു 4 പേജ് 8 പേജ് എസ് അങ്ങോട്ട് അടിച്ചു വിടും. കാരണം എന്താ, ക്ലാരിറ്റി ക്ലാരിറ്റി ക്ലാരിറ്റി. അപ്പൊ നമ്മുടെ പ്രവർത്തനത്തിൽ ക്ലാരിറ്റി വരണമെങ്കിൽ നമ്മൾ എഴുതണം. ഇന്ന് 20 ഫെബ്രുവരി 2026, ഇന്ന് ഞാൻ RCMൽ എന്തൊക്കെ ചെയ്തു എഴുതുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ എന്ത് വരും, ഒരു ക്ലാരിറ്റി വരും. ഇന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് എത്ര സമയം വീട്ടുകാരുമായിട്ട് ചെലവഴിച്ചു, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം ചെലവഴിച്ചു, ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയും RCMന് വേണ്ടി നിങ്ങൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ അത് എന്ത് ചെയ്യും, ഏറ്റവും കൂടുതൽ സഹായിക്കും. പിന്നെ 4ാമത്തെ കാര്യം, നിങ്ങളുടെ ബ്രെയിൻ ഉണർത്താൻ ചെയ്യേണ്ടത് മാത്തമാറ്റിക്സ്, കണക്ക്. ആ കണക്ക് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എനിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ സൈൻ തീറ്റയും കോസ് തീറ്റയും ഒന്നും പഠിക്കണ്ട. നമ്മുടെ ഇൻകം പ്ലാൻ ഒരു ദിവസം ഒരാൾക്ക് കാണിച്ചു കൊടുത്താൽ മതി. കാരണം അത് കണക്ക് തന്നെയാ. ആ കണക്ക് ഓരോ ദിവസം നിങ്ങളുടെ കാണുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എന്താവും, ഷാർപ്പാവും. കാരണം കണക്കിനപ്പുറം നിങ്ങളുടെ ബ്രെയിനെ ഷാർപ്പാക്കി വെക്കുന്ന, എനർജൈസ് ആക്കി വെക്കുന്ന വേറെ ഒരു പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തീരെ കണക്കറിയാത്ത ആളാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇൻകം പ്ലാൻ ഓരോ ദിവസവും ഒരാളെങ്കിലും കാണിക്കുക. ഇനി ഒരു ദിവസം നിങ്ങൾ കാണിക്കാൻ പറ്റില്ല, നിങ്ങൾ തന്നെ ഒരു 4 കണക്കിട്ടിട്ട് നിങ്ങൾ തന്നെ എഴുതുക. ഡീൽ വിത്ത് നമ്പേഴ്സ്. ആൻഡ് 5ാമത്തതാണ് പഠിപ്പിക്കുക. ഒരാളെ പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുക. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവുന്നത് എപ്പോഴാണെന്ന് അറിയോ, നിങ്ങൾ ഒരാളെ പഠിപ്പിക്കുമ്പോഴാണ്. സോ മേക്ക് ദം സ്റ്റഡി. അതിനെന്ത് വേണം, നമ്മൾ ഈ അറിവുള്ള ആളായിട്ട് മാറണം. ഈ അറിവ് എവിടുന്ന് കിട്ടുക, വായനയിലൂടെ കിട്ടും, നല്ല നല്ല വ്യക്തിത്വങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കുമ്പോൾ കിട്ടും, എഴുത്തിലൂടെ കിട്ടും, നമ്മൾ ഇൻകം പ്ലാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഇൻകം പ്ലാൻ എഴുതി കാണിക്കുമ്പോൾ കിട്ടും. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന അറിവുകളാണ്. ഈ അറിവുകളെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നതിനെ പറയുന്നതാണ് ടീച്ചിങ്. ആ ടീച്ചിങ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ പറഞ്ഞു 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട. ഒന്നാണ് ഫിസിക്കൽ ഹെൽത്ത്, 2 മെന്റൽ ഹെൽത്ത്, ആൻഡ് 3ാമതാണ് എന്താ, ഹെൽത്തി ബ്രെയിൻ. ഈ 3 കാര്യങ്ങൾക്കും ചെയ്യേണ്ടത് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് ജീവിതത്തിന്റെ 2ാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് വെൽത്ത്. വെൽത്ത് എന്ന് വെച്ചാൽ സമ്പത്ത്. ആ വെൽത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വെൽത്ത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, സമ്പത്ത് നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ലെവറേജ് ദ പവർ ഓഫ് കമ്പൈൻ സ്കിൽസ്. ഈ സിസ്റ്റത്തിൽ വന്നിട്ട് നമുക്ക് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്, സെയിൽസിനെ സംബന്ധിച്ചുള്ള സ്കില്ലുകൾ, അങ്ങനെ അനവധി സ്കില്ലുകൾ നമുക്ക് ഈ ബിസിനസ്സിന് കിട്ടും. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ആ സ്കില്ലുകളിൽ നമ്മൾ എന്താവുക, അഗ്രഗണ്യന്മാരായിട്ട് മാറുക. അതായത് എനിക്കിനി ഒരു പകരക്കാരൻ ഇല്ല എന്നുള്ള രീതിയിലെ ഒരു പെർഫോമൻസ് നമ്മൾ കാഴ്ചവെച്ചാൽ നമുക്ക് എല്ലാ കാലത്തും പ്രസക്തി ഉണ്ടാവും. പല ജോലികളിൽ നിന്നും ആൾക്കാരെ പിരിച്ചുവിടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്കറിയാം AI പോലത്തെ ഒരു വലിയൊരു സിസ്റ്റം
ഇന്ന് ജോലികളൊക്കെ സ്വമേധയായിട്ട് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് മാറിയപ്പോൾ ഒരു 10 പേരുടെ ജോലി ഒരു എ ഐക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ ആരാണോ എ ഐനെ പറ്റി പഠിക്കുന്നത് അയാളുടെ ജോലിനെ എ ഐക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അയാൾ എ ഐനെ ഉൽപ്പാദിപ്പിക്കാനും അത് നിർമ്മിക്കാനും സഹായിച്ച ആളാ. അതുകൊണ്ട് തന്നെ അയാളുടെ ജോലിക്ക് ഭീഷണിയില്ല. എന്തുകൊണ്ടാ? അയാൾ ആ ഫീൽഡിൽ അഗ്രഗണ്യനായിട്ട് മാറി. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ സ്കില്ലാ. ഏത് നടുക്കടലിൽ ഇട്ടാലും നമ്മൾ അവിടുന്ന് ആ കരയിലെത്തും, ഉറപ്പാ. കാരണം എന്താ, നമുക്ക് നമ്മുടെ സ്കില്ലിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ പറയാറുണ്ട് ചില ആൾക്കാരെ പറ്റിയിട്ട്, അവൻ എന്ത് പ്രതിസന്ധി വന്നാലും അവൻ കുലുങ്ങില്ല, അവൻ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? അവന്റെ സ്കില്ലാണ് അവന്റെ സമ്പത്ത്. അതുപോലെ ഈ ബിസിനസ്സിൽ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാസാമാസം വരുന്ന ഇൻകം ഒന്നുമല്ല, നിങ്ങളുടെ സ്കില്ലാണ്. ആ സ്കില്ലിനെ വളർത്തിയെടുക്കുക. ഈ സ്കില്ലിനെ വളർത്തിയെടുക്കല് തുടക്കകാലത്തിൽ വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഒരുപാട് സമയം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. കുറച്ച് കഴിഞ്ഞ് ഒരു ടീം ആയി കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻ വരും. കാരണം എന്താ, ടീമിൽ നിന്ന് ഓരോ ദിവസം 10-20 കോളുകൾ വരും. അപ്പൊ അവർക്ക് കുറെ സമയം നിങ്ങൾ ചെലവഴിക്കുന്നതിന്റെ ഒപ്പം നിങ്ങൾക്ക് നിങ്ങളെ വളർത്താനുള്ള ശേഷി കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ട് തുടക്കഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്കില്ലിനെ വളർത്തുക എന്നുള്ളതാണ്. സ്പോൺസർ ചെയ്യാനുള്ള സ്കില്ല്, ഒരാളെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള സ്കില്ല്, പ്രോസ്പെക്ടിങ്, സ്പോൺസറിങ്ങും പ്രോസ്പെക്ടിങ്ങും, ഇത് രണ്ടിന്റെയും സ്കില്ല് നമുക്ക് വേണം. സെയിൽസ് ചെയ്യാനുള്ള സ്കില്ല്, കസ്റ്റമർ സർവീസ് കൊടുക്കാനുള്ള സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ, ഒരു കാര്യം വ്യക്തതയോടുകൂടി പറയാനുള്ള സ്കില്ല്, ഒരു സ്റ്റേജിൽ കയറി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്കില്ല്. ഈ സ്കില്ലുകൾ നമ്മൾ എത്രത്തോളം ആർജിച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ള പ്രസക്തി കൂടി 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 വരും. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചില ലീഡേഴ്സിനെ ഏൽപ്പിക്കുന്നത്? കാരണം അവരുടെ സ്കില്ലാണ് അവരുടെ ലെവറേജ്. അത് വെച്ച് കഴിഞ്ഞിട്ട് വേറെ ഒരാളെയും അവിടെ പകരം വെക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ഒരു സ്കില്ലുള്ള വ്യക്തിയായിട്ട് നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, ട്രെയിനിങ്ങിന് പ്രാധാന്യം കൊടുക്കണം, ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം. ആ ട്രെയിനിങ്ങിൽ കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് പ്രാവർത്തികമാക്കണം. വെറുതെ ചെന്നിരുന്നിട്ട് കാര്യമില്ല. അതിനെ പ്രാവർത്തികമാക്കുമ്പോഴാണ് നിങ്ങളുടെ സ്കില്ല് എന്താവുക, അപ്ഡേറ്റ് ആയിട്ട് മാറുക. അല്ലെങ്കിൽ നമ്മൾ അന്നും ഇന്നും മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും മറ്റൊരാൾ കാണിക്കുന്ന കാര്യങ്ങൾ കാണാനുമുള്ള വ്യക്തിയായിട്ട് നമ്മൾ ഒതുങ്ങിപ്പോവും, വെറും കാണികളായിട്ട് ഒതുങ്ങിപ്പോവും. അങ്ങനെയല്ല വേണ്ടേ. കാണികൾക്ക് എവിടെയും ഒരു പ്രസക്തിയും ഇല്ല. കാരണം ഈ കാണി പോയാൽ വേറൊരു കാണി വരുന്നത് അറിയാം. എന്നാൽ ആർക്കാണോ സ്കില്ലുള്ളത് അയാൾക്ക് ഏത് നടുക്കടലിൽ ചെന്നാലും ഏത് പ്രതിസന്ധി വന്നാലും അതിൽ നിന്ന് അവർക്ക് തരണം ചെയ്ത് വരാൻ സാധിക്കും. ദാറ്റ് ഈസ് ലെവറേജ് ദ പവർ ഓഫ് കമ്പൈൻഡ് സ്കിൽസ്. കഫേ കോഫി ഡേ എന്ന് പറഞ്ഞിട്ടുള്ള, അല്ല കഫേ കോഫി ഡേ അല്ല, ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ഒരു കോഫി ഡേ. എനിക്ക് അതിന്റെ പേര്, ആർക്കെങ്കിലും അതിന്റെ പേര് അറിയോ? ഞാൻ പേര് പെട്ടെന്ന് വിട്ടുപോയി. കഫേ കോഫി ഡേ ആണെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കെങ്കിലും അറിയോ? അറിയെങ്കിൽ ഒന്ന് കമന്റിലിടുക. തോന്നുന്നു കഫേ കോഫി ഡേ ആണ് തോന്നുന്നു. കാരണം അത് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയതാണ് കഫേ കോഫി ഡേ എന്ന് പറയുന്നത്. അതിന്റെ ചെയർമാൻ അതായത് അത് കൊണ്ടുവന്ന ഒരാള് സൂയിസൈഡ് ചെയ്തു. അതിന്റെ ആള് സൂയിസൈഡ് ചെയ്തു. ഈ സൂയിസൈഡ് ചെയ്ത സമയത്ത് ഇവിടെ ചാറ്റിൽ വന്നിട്ടുണ്ട്, നോക്കട്ടെ. യെസ്, കോഫി ഡേ, സിദ്ധാർത്ഥ്, അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. പക്ഷെ അതിന് കുറച്ച് പ്രശ്നങ്ങൾ വന്നു. ആ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് കവറപ്പ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് കടം എടുത്തു, ആ കടം വീട്ടാൻ പറ്റിയില്ല. അങ്ങനെ വളരെ ഒരു ദുർബലമായ ഒരു സാഹചര്യത്തിൽ, മനസ്സ് ദുർബലമായിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്. ആ ഭാര്യ ആ കടങ്ങളൊക്കെ തീർത്തു. വലിയ കടമായിരുന്നു. പക്ഷെ അവര് രംഗത്തിറങ്ങി അവരങ്ങോട്ട് ഫുൾ എനർജിയോട് കൂടിയിട്ട് പ്രവർത്തിച്ചു. 2.5 കൊല്ലം കൊണ്ട് ആ കട മൊത്തം തീർന്നു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചെയിനായിട്ട് കഫേ കോഫി ഡേ മാറി. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് അനന്തമായിട്ടുള്ള സ്വത്തുക്കളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിലുള്ള റിസോഴ്സസ് അവർക്ക് ഉണ്ടായിരുന്നില്ല. ഒറ്റ റിസോഴ്സേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ, അവരുടെ സ്കില്ല്. ആ സ്കില്ല് വെച്ചിട്ട് അവർ മൊത്തം നേടിയെടുത്തു. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങളുടെ വരുമാനം മൊത്തം പോയി എന്ന് വിചാരിക്കുക, നിങ്ങളുടെ വീട് പോയി, എല്ലാം പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്കില്ല് ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റും. സ്കില്ല് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റൂ. അതായത് ജോയ് സാർ പറഞ്ഞു, മാളവിക ഹെഗ്ഡെ, നിങ്ങൾ അവരുടെ ചരിത്രം വായിക്കണം. വായിക്കേണ്ട ഒരു കഥയെ. നമ്മൾ ഉണപ്പുറത്തിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും പറയാതെ പോകുന്നൊരു വ്യക്തിത്വം അരുണിമ സിൻഹ. എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല. അവര് നല്ലൊരു കായിക താരമായിട്ട് മാറിയേനെ. പക്ഷെ ഒരു സാഹചര്യത്തിൽ വെച്ച്, ട്രെയിനിൽ വെച്ച് അവരെ കുറച്ച് പേര് ആക്രമിക്കുകയും അവരെ റെയിൽവേ ട്രാക്കിൽ ഇട്ടു. അവരുടെ കാല് ഒരു ട്രെയിൻ കയറിപ്പോയി. അവർക്ക് ഒരിക്കലും നടക്കാൻ പറ്റില്ല, നോർമൽ ലെവലിൽ നടക്കാൻ പറ്റില്ല. എന്നിട്ട് അവർക്ക് എക്സ്ട്രാ ലിംബൊക്കെ ഫിറ്റ് ചെയ്ത് അവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിലൊരു എന്താ പറയാ, രസമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നൊരു തോന്നൽ വന്നപ്പോ, എന്തുകൊണ്ട് എനിക്ക് ഇന്ത്യയിലെ ആദ്യത്തെ എന്താ പറയാ
ഈ ലിംസ് സമ്പാദ്യം എന്ന് പറയുന്ന സ്കില്ലായിരുന്നു. ആ സ്കില്ലാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് സ്കില്ലുണ്ടോ, നിങ്ങൾക്ക് എന്ത് തരത്തിലെ പ്രതിസന്ധി വന്നാലും എന്ത് തരത്തിലെ ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾക്ക് അതിന് തരണം ചെയ്യാൻ സാധിക്കും. ആ സ്കില്ല് എവിടുന്ന് കിട്ടും? ഇറ്റ് വിൽ ഓൺലി ബി പോസിബിൾ ത്രൂ ട്രെയിനിങ്. ട്രെയിനിങ് നിന്ന് മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ആ സ്കില്ല് കിട്ടുള്ളൂ. ആ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മളൊരു ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്യുന്ന ട്രെയിനിങ് മാത്രമല്ല, നിങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്യണം. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ ആദ്യത്തെ ദിവസം 2 ഡമ്പൽ എടുത്തു കഴിഞ്ഞാൽ നാളെ 2 മസിൽ ഇവിടെ വരില്ല. എന്നും നമ്മൾ ട്രെയിൻ ചെയ്ത് ഇവിടെ ഒരു മസിൽ വരുന്നു, ഇവിടെ ഒരു മസിൽ വരുന്നു, പിന്നെ ഈ നടുക്കഷ്ണത്തിൽ 6 വരുന്നു. അങ്ങനെ നിങ്ങളുടെ ബോഡി 1.5-2 കൊല്ലം കൊണ്ട് സെറ്റപ്പ് ആയിട്ട് വരിക ചെയ്യുന്നത്. എന്ത് ചെയ്തു? യു ട്രെയിൻ റെഗുലർലി. ട്രെയിനിങ് തരാൻ ആൾക്കാരുണ്ട്, ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്നുണ്ടോ? അതാണ് ചോദ്യം. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കില്ലാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. സോ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ലെവറേജ് ദ പവർ ഓഫ് കമ്പൈൻഡ് സ്കിൽസ്. രണ്ടാമതാണ് ഫോക്കസ് ഓൺ സരസ്വതി, ലക്ഷ്മി വിൽ കം. ഫോക്കസ് ഓൺ സരസ്വതി എന്ന് വെച്ചാൽ എന്താ? സരസ്വതി എന്തിന്റെ ദേവിയ? വിദ്യ, ശരിയല്ലേ? നോളജ്. നമ്മൾ നോളജിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ പ്രൊഡക്ട് ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യൂ, ലക്ഷ്മി വെൽക്കം. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നന്നായി പറയാൻ പറ്റി കഴിഞ്ഞാൽ, അതിനെപ്പറ്റി അറിവ് നന്നായി നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് പറയാൻ പറ്റും. നിങ്ങൾ നന്നായി പറഞ്ഞാൽ കച്ചവടം നടക്കും, നിങ്ങൾക്ക് അതിനുള്ള വരുമാനം വരും. സോ ഡോണ്ട് ഫോക്കസ് ഓൺ ലക്ഷ്മി. നമ്മൾ ലക്ഷ്മിയിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ അറിവിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഫോക്കസ് ഓൺ നോളേജ്. എവിടെ നിന്നൊക്കെ നോളേജ് കിട്ടുന്നു, എവിടെ നിന്നൊക്കെ അറിവ് കിട്ടുന്നു, ആ അറിവിന്റെ അപ്ലിക്കേഷൻ ആണ് ലക്ഷ്മിയായിട്ട് മാറുക. പക്ഷെ നിങ്ങൾ ലക്ഷ്മിനെ മാത്രം ഫോക്കസ് ചെയ്താൽ ലക്ഷ്മി ഒരിക്കലും വരില്ല. നിങ്ങൾ സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, സരസ്വതി എന്ന് പറയുന്നത് എപ്പോഴും നിൽക്കുകയാണ്, സരസ്വതി ദേവി എപ്പോഴും നിൽക്കുകയാണ്, ലക്ഷ്മി ദേവി എപ്പോഴും എന്താ പറയാ ഇരിക്കുകയാണ്, ശരിയല്ലേ? ആ സരസ്വതി ദേവി എന്നും ഉണ്ടാവും നിങ്ങളുടെ കൂടെ. പക്ഷെ നമ്മൾ അതിന് എടുത്താലാണ് വരുള്ളൂ. ലക്ഷ്മി ദേവി എന്ന് വെച്ചാൽ വരാതിരിക്കാം. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നിങ്ങൾ അറിവ് നേടുന്നതിനനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഇൻകം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും, വെൽത്ത് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോ ഫോക്കസ് ഓൺ നോളേജ്, ലക്ഷ്മി വിൽ കം. മൂന്നാമതാണ് എക്സ്പീരിയൻസ് ആർ ദ അൾട്ടിമേറ്റ് വെൽത്ത്. എനിക്ക് പറയാനുള്ളത്, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അനുഭവങ്ങളാണ്. എന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഞാൻ പഠിച്ചത് അനുഭവത്തിലൂടെ. ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടാന്ന്, ഒരു ബാർബർ ഷോപ്പിൽ പോയി അവിടെ നിന്ന് കിട്ടിയ സർവീസിനെ പറ്റിയിട്ട്. കസ്റ്റമർ സർവീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ ഒരു വിഷയം ഞാൻ പഠിച്ചത് അവിടുന്നാണ്. ഈ പണ്ട് കോളേജ് സമയത്ത്, ആരും അനുകരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സിനിമയ്ക്കൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് പോകും. അപ്പൊ സിനിമയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് പോകുമ്പോൾ ഇന്ന് ഹൗസ്ഫുൾ ബോർഡുകളൊന്നും അങ്ങനെ കാണില്ല, അന്ന് ഹൗസ്ഫുൾ ബോർഡ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഹരിഹർനഗറൊക്കെ ഇറങ്ങിയ സമയത്ത് ബ്ലാക്ക് ടിക്കറ്റിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ബ്ലാക്ക് ടിക്കറ്റ് നമ്മൾ ഈ സിനിമ തുടങ്ങുന്നേക്കാളും മുന്നേ ഒരാൾ പോയി അഡ്വാൻസ് ആയിട്ട് ഒരുപാട് ടിക്കറ്റുകൾ എടുത്തു വെക്കും. എന്നിട്ട് അവിടെ കൊട്ടകയിലുള്ള ടിക്കറ്റിനേക്കാളും കൂടുതൽ വിലക്ക് ടിക്കറ്റ് കൊടുക്കും. അപ്പൊ എനിക്ക് ഈ കണക്കും കാര്യങ്ങളൊന്നും മനസ്സിലാവാറില്ല, ഞാൻ പൊതുവെ മാത്തമാറ്റിക്സിൽ വീക്കാ. പക്ഷെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എനിക്ക് മനസ്സിലായത് അന്ന് ബ്ലാക്ക് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴാണ്. കാരണം ബ്ലാക്ക് ടിക്കറ്റ് ഞാൻ ചെന്നു, ടിക്കറ്റ് ഒക്കെ കിട്ടി, സിനിമയ്ക്ക് കയറി. അപ്പൊ ഈ സിനിമ തുടങ്ങിയ സമയത്ത് ഞാൻ 95 രൂപ കൊടുത്ത് മേടിച്ച ടിക്കറ്റ് 85 രൂപയായി. സിനിമ തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇത് 75 രൂപയായി. പിന്നെ അത് കഴിഞ്ഞപ്പോ ഇത് 50 രൂപയായി. പിന്നെ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോ ഇത് 60 രൂപയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരത് കീറി കളഞ്ഞു. കാരണം എന്താ? സപ്ലൈ അവിടെ, ഡിമാൻഡ് അവിടെ വന്നില്ല. അതുകൊണ്ട് സപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഈ ബേസിക് പ്രിൻസിപ്പിള് ഞാൻ പഠിക്കുന്നത് എന്റെ അനുഭവങ്ങളിൽ നിന്നാണ്. അപ്പൊ ഇതേപോലെ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ അനുഭവമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷെ ഈ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പാകപ്പെടുത്തണം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെന്റൽ ഹെൽത്തിന്റെ പ്രാധാന്യം. ആ മെന്റൽ ഹെൽത്തും ഹെൽത്തി ബ്രെയിനും നിങ്ങൾക്ക് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. സ്കില്ലുകൾ കൂട്ടുക, അറിവ് നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ആൻഡ് എക്സ്പീരിയൻസുകൾ ധാരാളമായിട്ട് ഉണ്ടാക്കുക. എക്സ്പീരിയൻസ് എവിടെ നിന്ന് കിട്ടുക? വീട്ടിലിരുന്ന എക്സ്പീരിയൻസ് കിട്ടില്ല. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങണം. നിങ്ങളുടെ ലോക്കൽ ഏരിയയിൽ നിങ്ങൾ ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് കിട്ടില്ല. നിങ്ങൾ ഔട്ട് ഓഫ് ടൗൺ പോയിട്ട് ബിസിനസ് ചെയ്യണം. അതൊരുപാട് എക്സ്പീരിയൻസ് കിട്ടും. ആ എക്സ്പീരിയൻസിനെയാണ് നിങ്ങൾ ഇവിടെ വന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോഴാണ് എന്തുണ്ടാവുള്ളൂ? നിങ്ങളുടെ ഇവിടുത്തെ ടീമും വളരുള്ളൂ, അവിടുത്തെ ടീമും വളരുള്ളൂ. സോ എക്സ്പീരിയൻസ് ആർ ദ അൾട്ടിമേറ്റ് വെൽത്ത്. പിന്നെ മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ്. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനും പരം ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് വേറെ ഒന്നുമില്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, എന്താ പറയാ SIP ഉണ്ട്, എന്താ പറയാ സുകന്യ സമൃദ്ധി യോജന ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പക്ഷേ ലോകത്തിൽ ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് റിലേഷൻഷിപ്സ്. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇറ്റ് ടേക്സ് ടൈം ആൻഡ് എഫേർട്ട്. സമയമെടുക്കും. ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സമയമെടുക്കും. നമ്മള്
ഒരു ആണി എടുത്ത് നമ്മൾ അടിക്കും. ആദ്യത്തെ അടിയിൽ ചിലപ്പോൾ ആണി വളഞ്ഞു പോവും, ശരിയല്ലേ? രണ്ടാമത്തെ അടിയിലും ചിലപ്പോൾ അത് വിചാരിച്ച രീതിയിലേക്ക് അവിടെ എത്തില്ല. അങ്ങനെ എത്ര അടി അടിച്ചിട്ട് ആ ആണി നമ്മൾ അവിടേക്ക് കയറ്റുക, ശരിയല്ലേ? റിലേഷൻഷിപ്പ് ഇതുപോലെയാണ്. ഒറ്റയടിക്കൊന്നും നമുക്ക് റിലേഷൻഷിപ്പ് സെറ്റ് ആവില്ല. പക്ഷെ പതുക്കെ പതുക്കെ സമയമെടുത്ത് ആ ആണി മൊത്തം ആ ബെഞ്ചിന്റെ ഉള്ളിലേക്ക് പോവും. സോ റിലേഷൻഷിപ്പ് ടേക്സ് ടൈം ആൻഡ് എഫേർട്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെ ഒരു അസോസിയേറ്റ് വന്നു, ചിലപ്പോൾ നിങ്ങളുടെ ആശയത്തിന് നേരെ വിപരീതമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളായിരിക്കും. ചിലപ്പോൾ രണ്ട് ഡിഫറെന്റ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും നിങ്ങളും ആ വ്യക്തിയും. നിങ്ങൾ തമ്മിൽ ഇഷ്ടം പോലെ കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. ആ ഡിഫറൻസിനെ മാനിച്ചുകൊണ്ട് അവിടെ എനിക്ക് വേണ്ടത് ആരോഗ്യപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, ഒരു ബന്ധമാണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, ശരിയല്ലേ? നമ്മള് ബന്ധങ്ങൾ ഉണ്ടാക്കുക. കാരണം അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഈ ഭൂമി വിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കും, അല്ലെങ്കിൽ ഓക്കെ ആണ്, അയാൾ എന്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ആള് സഹായിച്ചോളും എന്നൊരു തോന്നൽ വരണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം. ഞാനിപ്പോ ഈ യാത്രക്കിടയിൽ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടു. അപ്പൊ അവര് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത്, മുംബൈയിലാണ്, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു കൂട്ടായ്മയിലും ഇല്ലാത്തൊരു ഫാമിലി, ഒരു കൂട്ടായ്മയിലും ഇല്ല. അയാളും അയാളുടെ ഭാര്യയും ഒരു വലിയ ബംഗ്ലാവിൽ താമസിക്കുക. ഒരു തരത്തിലെ കൂട്ടായ്മയിൽ അവർ വരില്ല, ഒരു തരത്തിലെ ഡൊണേഷനും തരില്ല, ഒന്നുമില്ല. ഇദ്ദേഹം മരിച്ച് ഇദ്ദേഹത്തിന്റെ ബോഡി ആംബുലൻസ് ഇറക്കി വെക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആംബുലൻസ് ഇറക്കി വെക്കാൻ പോലും മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. മക്കള് രണ്ടുപേരും വിദേശത്താണ്. ഒരു കൂട്ടായ്മയിൽ നിന്ന് ഒരാൾ പോലും വന്നില്ല. വൈ? ബിക്കോസ് അദ്ദേഹം ഒരു കൂട്ടായ്മയുടെ ഭാഗമായിരുന്നില്ല. അവിടെയാണ് ശരിക്കും RCM പോലത്തെ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് ഈ കൂട്ടായ്മ ഇത്രയും വലുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വളരെ ചെറിയൊരു രീതിയിൽ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ പോലും ആ ഒരു കാര്യം അറിഞ്ഞിട്ട് നിങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും അതിന് വേണ്ട ഗൈഡൻസ് തരാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഈ റിലേഷൻഷിപ്പ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇറ്റ് ടേക്സ് ടൈം, സമയമെടുക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരു ബന്ധം നല്ല ബന്ധമായിട്ട് വരില്ല ചെയ്യുക, ആ ബന്ധത്തെ നല്ലതാക്കുകയാണ് ചെയ്യുക. നിങ്ങളുടെ അസോസിയേറ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ ലീഡറും ആയിക്കോട്ടെ, നിങ്ങളുടെ ക്രോസ് ലൈൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സീനിയർ ആയിട്ടുള്ള മെന്റർ ആയിക്കോട്ടെ, ആരുമായിട്ടാണെങ്കിലും ബന്ധം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുകയല്ല ചെയ്യുക, അതിനെ നല്ലതാക്കുകയാണ് ചെയ്യുക. അതിന് കൂട്ടായ പരിശ്രമം അത്യാവശ്യമാണ്. കുറച്ച് കുറവുകളും കാര്യങ്ങളും നമ്മൾ കണ്ടില്ല എന്ന് നടിച്ച് നല്ലതിനെ ഫോക്കസ് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി കഴിഞ്ഞാൽ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടും, അല്ലെ? നമ്മളൊരു പാർട്ട്ണറിനെ കണ്ടെത്തുമ്പോൾ എല്ലാം തികഞ്ഞൊരു പാർട്ട്ണറിനെ ഇവിടുന്നും കിട്ടില്ല. കാരണം ഞാൻ തന്നെ എല്ലാം തികഞ്ഞതൊന്നുമല്ല. പക്ഷെ ഈ രണ്ടു പേരുടെയും പോസിറ്റീവുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം നോക്കിക്കണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ നല്ല ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. കുറവുകൾ മാത്രം നോക്കിയിരിക്കുമ്പോഴാണ് ബന്ധം മോശമാവുന്നത്, അല്ലെ? ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് വന്നു. എന്റെ ലീഡർ സാധാരണ ഒരു യൂണിയൻകാരനാണ്. എനിക്ക് എങ്ങനെയാണ് ആള് പറയുന്ന കാര്യങ്ങളെ ഏറ്റെടുക്കാൻ സാധിക്കുക? ഞാൻ കാണുന്നത് അദ്ദേഹത്തിന്റെ കുറവാണ്. പക്ഷേ അതേ കുറവ് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം ചുമക്കുന്ന ഒരാളാണ് അദ്ദേഹം. ആ വ്യക്തിക്ക് വേറെ എന്തോരം ഭാരങ്ങൾ ഉണ്ടായാലും അതൊന്നും ഒരു പ്രശ്നമല്ല. ഈ പോസിറ്റീവ് ഞാൻ കാണുന്നില്ല, ഞാൻ അദ്ദേഹത്തിന്റെ നെഗറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെയാണ് ബന്ധം വഷളാവുന്നത്. ബന്ധങ്ങളെ റിക്കവർ ചെയ്തെടുക്കാൻ നമ്മൾ പഠിക്കണം. അതിന് ബന്ധങ്ങൾ ജീവിതത്തിൽ അത്യാവശ്യമാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അത് RCMലൂടെയാണ് ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കുക. ഇതിനും മികച്ച ബന്ധങ്ങൾ വേറെ എവിടെയും കിട്ടില്ല. കാരണം എന്റെ കാല് ഏകദേശം ഒരു എന്താ പറയുക, വലിയൊരു കമ്പി കഷ്ണം കാലിൽ കയറി ഒരു 2 മാസം പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സമയത്ത്, ഞാൻ അന്ന് RCM ബിസിനസ്സിൽ അത്ര സജീവമൊന്നുമല്ല, ജസ്റ്റ് വന്നിട്ടുള്ളൂ. ആ സമയത്ത് എന്നെ കാണാൻ വന്ന ഇഷ്ടം പോലെ ലീഡേഴ്സ് ഉണ്ട്. എന്റെ ബന്ധുക്കൾ പോലും വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ വന്നത് RCMന്റെ പ്രവർത്തകരും, അതും ആലപ്പുഴയിൽ നിന്നും ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്നു കാണാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാ? ദ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരിക. ഈ ബിസിനസ് ഒരു റിലേഷൻഷിപ്പിന്റെ ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് വളർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധം നിങ്ങൾ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാനും വളർത്താനും പഠിക്കണം. ചില കാര്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ പഠിക്കണം. ചില കാര്യങ്ങൾ കേട്ടില്ല എന്ന് നടിക്കാൻ പഠിക്കണം. ഇത് അത്യാവശ്യമാണ്. എല്ലാം നമ്മൾ കേട്ട് പ്രതികരിക്കാൻ നിൽക്കരുത്. ചില കാര്യങ്ങൾ അവർ പറയുന്നത് അവരുടെ ഈ ബിസിനസ്സിൽ പരിചയക്കുറവ് കൊണ്ടാന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. പരിചയം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഈ കാര്യം പറയോ? ഈ ചിന്തയാണ് നമ്മളെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുക. ആ ചിന്താഗതിയാണ് നമ്മളെ മുന്നിലോട്ട് കൊണ്ടുപോവുക. കാരണം നിങ്ങൾ പറയുന്നത് ഒരാളെ കേൾക്കണമെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം കേട്ടിരിക്കണം. എന്നാൽ മാത്രമേ അവര് നിങ്ങളുടെ ഫോളോവർ ആയിട്ട് മാറുള്ളൂ. മനസ്സിലാവണ്ട? സോ ഇറ്റ് ടേക്സ് ടൈം ആൻഡ് എഫേർട്ട്. ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ. പക്ഷേ
അത് ശരിയായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും തകർക്കാൻ പറ്റാത്തൊരു ടീം ഉണ്ടാവും. ഒരിക്കലും തകർക്കാൻ പറ്റാത്തൊരു ടീം ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? എന്ത് പ്രശ്നം വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും അവർ കൂടെ നിൽക്കും, കട്ടയ്ക്ക് നിൽക്കും. ഒരു പക്ഷേ നയിക്കുന്ന നിങ്ങളുടെ മുന്നിൽ അവർ നിന്നിട്ട് പറയും, സാറ് പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. ആ തരത്തിലേക്ക് ഈ ബിസിനസ് നിങ്ങളെ മാറ്റും. 1962 ഇൻഡോ ചൈന വാർ നടക്കുന്ന സമയത്ത് ചൈനയിൽ നിന്ന് ഒരു വലിയ സൈന്യം, 10,000 പേരുടെ ഒരു സൈന്യം ചുൾസുൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അതിക്രമിച്ച് കടക്കാനും കശ്മീരിനെ സ്വന്തമാക്കാനും ഒരു പദ്ധതി റെഡിയാക്കി. ഇതിനെപ്പറ്റി വളരെ നേരത്തെ അറിഞ്ഞ ഇന്ത്യൻ സൈന്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ആൾബലത്തെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. കാരണം ബോർഡർ ഏരിയ 120 പട്ടാളക്കാർ മാത്രമുള്ളൂ. ഈ 120 പട്ടാളക്കാർ നേരിടേണ്ടത് 10,000 ആൾക്കാരെയാണ്. അപ്പൊ അന്ന് ആ 120 പട്ടാളക്കാരെ നയിച്ചൊരു വ്യക്തിയുടെ പേരാണ് ഷൈത്താൻ സിംഗ്. ആ വ്യക്തി അന്ന് തന്റെ ബറ്റാലിയനോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ: നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാം, നിൽക്കാതിരിക്കാം, എനിക്കതിലൊരു പ്രശ്നവും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ എന്തായാലും എന്റെ ഇന്ത്യൻ അതിർത്തിയിലേക്ക്, എന്റെ ഈ ഭൂമിയിലേക്ക് പുറത്തുനിന്ന് ഒരു ശക്തിനെ കടത്താൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ ആരില്ലെങ്കിലും ഞാൻ അവിടെ ഉണ്ടാവും. നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ എനിക്കൊരു പരിഭവം ഇല്ല, എനിക്ക് മനസ്സിലാക്കാം ആൾക്കാർ കുറവാണ്, അതുകൊണ്ട് നമ്മൾ മരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത്. ഈ കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത്രയും മികച്ച ലീഡർ ആയിരുന്നു, ഇത്രയും മികച്ച ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരാളായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 120 പേരിൽ ഒരാൾ പോലും നോ പറഞ്ഞില്ല. ആ 120 പേരും അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. 120 പേരും മരിച്ചു, അതിലൊരു സംശയമില്ല. 120 പേരും മരിച്ചു, പക്ഷേ പോരാടി മരിച്ചു. അവരുടെ പോരാട്ടമാണ് അന്ന് ആ ചൈനക്കാരെ കശ്മീർ എന്ന നമ്മുടെ എന്താ പറയാ ക്രൗണിനെ, അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു കിരീടത്തെ പോവാതെ കാത്തു സൂക്ഷിച്ചത്. ആ 120 പേരുടെ ബലിദാനാണ്. വൈ? ബിക്കോസ് അവര് തമ്മിലെ ബന്ധം അത്രയും സ്ട്രോങ് ആയിരുന്നു. നമ്മളൊരു കാര്യം പറയും, അവര് പറയും നീ നിന്റെ പണി നോക്കി ചെയ്തോ. എന്തുകൊണ്ടാ? ബന്ധം മോശ. അതേസമയം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഇപ്പൊ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ബന്ധം നല്ലതാ. നമുക്ക് വേണ്ടത് നല്ല ബന്ധമാണ്. ആ നല്ല ബന്ധം നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമമാണ് നമ്മൾ നോക്കേണ്ടത്. അവരെന്ത് ചെയ്തു ഇവരെന്ത് ചെയ്തു എന്നുള്ളതല്ല. പലപ്പോഴും നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ പറയാം അയാൾ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. അയാൾ മോശമായിട്ട് പെരുമാറിയത് അയാളുടെ സാഹചര്യം അങ്ങനെയായിരുന്നു, അയാളുടെ ആ ഒരു സമയത്തുള്ള മനോഭാവം അങ്ങനെയായിരുന്നു. പക്ഷെ ഞാനും മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ ഞാനും ആ വ്യക്തിയും തമ്മിൽ എന്താ വ്യത്യാസം? എന്റെ ലീഡർ എന്നെ ചീത്ത പറഞ്ഞു, ഞാൻ 4 ചീത്ത അങ്ങോട്ട് പറഞ്ഞു. എന്തുണ്ടാവോ? ബിസിനസ് വളരുമോ? ഇല്ല. ലീഡർ അതോട് കൂടിയിട്ട് നിങ്ങളെ വിട്ട് വേറെ പുതിയ ആളിലേക്ക് പോവും. ലീഡർ ചീത്ത പറഞ്ഞത് എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, ഞാൻ വളരാൻ വേണ്ടിയിട്ടാന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എന്റെ ബിസിനസ്സിൽ വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ ലീഡറിനെ കുറ്റം പറഞ്ഞിരിക്കും. ഇന്ന് 2019 എന്നെ ചീത്ത പറഞ്ഞതിന്, ഞാൻ വളരാത്തതിന് എന്റെ മാത്രം കുറ്റം കൊണ്ട് ഞാൻ എന്റെ ലീഡറിനോട് പറയാം അയാൾ എന്നെ അന്ന് ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഞാൻ വളരാതിരിക്കുന്നത് എന്നുള്ളത്. അയാൾ എന്നോട് അങ്ങനെ പറയാൻ പാടും. ഇത് ആരോട് പറയും? ക്രോസ് ലൈനിനോട് പറയും, ലോകത്തിലെ സകല ചരാചരങ്ങളോടും പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബിസിനസ്സിൽ ബന്ധങ്ങളില്ലാതെ ഒന്നും ബിസിനസ് മുന്നോട്ട് പോകില്ല. TV വരണമെങ്കിൽ നല്ല ബന്ധം വേണം. മാസാവസാനം വിളിച്ചാൽ പോരാ. 30-31 തീയതി ഫോൺ എടുത്തിട്ട് അതെ ഒരു 5,000 കുറവുണ്ട്, ഒരു 5,000 അങ്ങോട്ട് അടിക്കൂട്ടാ എന്ന് പറയുമ്പോ അവർക്ക് അടിക്കാൻ തോന്നും. PV അല്ല അടിക്കാൻ തോന്നുക, നിങ്ങളെ അടിക്കാൻ തോന്നുക. എന്തുകൊണ്ടാണെന്നറിയോ? ബന്ധമില്ലാന്നേ. ബന്ധം വേണം, നല്ല ബന്ധം വേണം. നമ്മൾ പറയാതെ തന്നെ അവർ പറയണം സാറേ അതെ ഈ മാസം സാറിന് ഈ ലെവലെത്താൻ വേണ്ടിയിട്ട് ഞാൻ അടിക്കട്ടെ, ഇങ്ങോട്ട് ചോദിക്കണം. ആ രീതിയിൽ നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കണം. കാരണം അങ്ങനെ ഒരാൾക്ക് പറയാൻ എപ്പോഴാണ് തോന്നുന്നറിയോ? നമ്മൾ ഏതിനും അവർ കൂടിയുണ്ടെന്ന് തോന്നുമ്പോഴാ. അല്ലാത്ത പക്ഷം എന്താ, 1-ാം തീയതി വിളിക്കും, ടാർഗറ്റ് പറയും, പിന്നെ കാണില്ല, പിന്നെ 30-ാം തീയതി വിളിച്ചിട്ട് അതെ ഒരു 2,500 അടിക്കോ, ഒരു 3,500 അടിക്കോ, ഒരു 5,000 അടിക്കോ. ഇങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെ ബഹുമാനിക്കാൻ പറ്റുക? ഇറ്റ് ടേക്സ് ടൈം ആൻഡ് എഫേർട്ട്. എഴുതി വെച്ചോളൂ, സമയം എടുക്കും, അതിന് ഒരുപാട് പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. പക്ഷേ ഒരിക്കൽ ആ ബന്ധം അങ്ങോട്ട് സ്ട്രോങ് ആയാണ്ടല്ലോ, പിന്നെ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളുടെ ടീമിനെ പിരിക്കാൻ പറ്റില്ല. അത്രയും സ്ട്രോങ് ബന്ധമായിരിക്കും. ഇറ്റ് ടേക്സ് ടൈം ആൻഡ് എഫേർട്ട്. ഇത് മനസ്സിലാക്കിക്കോളൂ. ബന്ധമില്ലാതെ RCM എന്ന ബിസിനസ് ഇല്ല. ഇനി 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കർമ്മ മേഖല, അതായത് വർക്ക്. നോ പ്രൊഫഷൻ ഈസ് ആസ് ഗ്ലാമറസ് ആസ് ഇറ്റ് ലുക്സ് ഫ്രം ഔട്ട്സൈഡ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിലെ ഒരു ജോലിയും പുറത്തുനിന്ന് കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. പല ആൾക്കാരും എന്നോട് പറയാറുണ്ട് മൂർത്തി സാറിന് കാര്യങ്ങൾ എളുപ്പമല്ലേ എന്നുള്ളത്. മൂർത്തി സാറിന് എന്ത് എളുപ്പം? സാറിന് 8 ലക്ഷം കിട്ടല്ലേ, സാറിന് സുഖല്ലേ? ഈ 8 ലക്ഷം കിട്ടുമ്പോ 80 ലക്ഷത്തിന് പണിയെടുക്കണം. ഈ കേരളം മൊത്തം അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുകയാണ് ഈ എൻറ്റയർ കേരളം. ഈ കേരളത്തിലെ RCMന്റെ ഓരോ ഡിസ്ട്രിബ്യൂട്ടറിന്റെയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാ? മൂർത്തി സാറിന്റെ. എളുപ്പപ്പണിയാന്ന് വിചാരം?
കാണുമ്പോൾ നമുക്ക് എന്താ, നമ്മൾ കാണുന്നത് മുർസാൻ അംഗീകാരം കിട്ടുന്നുണ്ട്, മാല കിട്ടുന്നുണ്ട്, ബൊക്കെ കിട്ടുന്നുണ്ട്, സ്റ്റേജിൽ 10 മിനിറ്റ് സംസാരിച്ചാൽ മതി, മാസം അവസാനം ആകുമ്പോൾ 8 ലക്ഷം 10 ലക്ഷം കിട്ടുന്നുണ്ട്. നോ പ്രൊഫഷൻ ഈസ് ആസ് ഗ്ലാമറസ് ആസ് ഇറ്റ് ലുക്സ് ഫ്രം ഔട്ട്സൈഡ്. പുറത്തുനിന്ന് കാണുന്ന പോലെ അത്ര സുഖമല്ല ഒരു ജോലിയും. ആ ജോലിയിൽ 20% മാത്രമേ നമുക്ക് ഇഷ്ടമുള്ളതുണ്ടാവുള്ളൂ, ബാക്കി 80% ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ട് രക്ഷപ്പെട്ട ഒരാളും ഈ ഭൂമുഖത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് തപ്പി തുടങ്ങിക്കോളൂ. ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്നെ അറിയിച്ചോളൂ. 20% മാത്രം ചെയ്ത് രക്ഷപ്പെട്ട ഒരാളും ഇല്ല. 80% കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിരന്തരമായിട്ട് ചെയ്യുന്ന ആളെ വിജയിച്ചിട്ടുള്ളൂ. ആ 80%ത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇഷ്ടപ്പെടാൻ പഠിക്കേണ്ടത്. രാജൻ സാർ എയർഫോഴ്സിൽ പോകുന്ന സമയത്ത് ട്രെയിനിങ് ഉണ്ട് രാവിലെ 6 മണിക്ക് എണീറ്റ് അവിടെ ഹാജരാവണം, അതും വിത്ത് യൂണിഫോം കംപ്ലീറ്റ് ആയിട്ട്. എന്നിട്ട് പരേഡ് ഉണ്ട്. പരേഡ് ആർക്കെങ്കിലും ഇഷ്ടമുള്ളതാ? അല്ല. പക്ഷെ ഈ പരേഡും ആ എക്സസൈസും ആ റിഗറസ് ട്രെയിനിങ്ങുമാണ് അദ്ദേഹത്തിനെ സർജൻ എന്നുള്ള ലെവലിലേക്ക് മാറ്റിയത്. അവിടെ 20%-ത്തില് ഉറക്കം പെടും, 20%-ത്തിൽ ഭക്ഷണം കഴിക്കൽ പെടും. അതൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാ. പക്ഷെ അത് മാത്രം ചെയ്ത് രക്ഷപ്പെട്ട ആരെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. അപ്പോ വർക്കിൽ 20% ഏത് ജോലി എടുത്താലും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ 80% ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാ. ആ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റണം. പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് പാഷനെ നമ്മൾ ചേസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. നിങ്ങളുടെ പാഷൻ എന്താണോ ആ പാഷന്റെ പുറകെ പോകണം. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്ന ആളല്ല. കാരണം ഒരു കാര്യം ചെയ്താലേ അറിയുള്ളൂ നിങ്ങൾക്ക് അതിനോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങളൊരു കാര്യം ഏറ്റെടുത്തിട്ട് അതിനെ ഇഷ്ടപ്പെടാൻ പഠിക്കൂ. നിങ്ങൾ ആർസിഎം ബിസിനസ്സിനെ ഏറ്റെടുത്തു, അതിനെ ഇഷ്ടപ്പെടാൻ പഠിക്കൂ, അതിനെ നിരന്തരമായിട്ട് ചെയ്യാൻ പഠിക്കൂ, അതിനെ നിങ്ങളുടെ ഒരു സ്വഭാവമാക്കിയിട്ട് മാറ്റൂ, ഒരു ഹാബിറ്റ് ആക്കിയിട്ട് മാറ്റൂ. അപ്പോഴാണ് എന്തുണ്ടാവുള്ളൂ, നമ്മുടെ വർക്ക് മുന്നോട്ട് പോവുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിനൊരു ബാധ്യതയായിട്ട് കണ്ട് ഇന്നും ഇത് ചെയ്യണ്ടേന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് റിസൾട്ട് കിട്ടില്ല. ഫൈൻഡ് സിഗ്നിഫിക്കൻസ് ഇൻ ദ മോസ്റ്റ് മുണ്ടേൻ ടാസ്ക്. മോസ്റ്റ് മുണ്ടേൻ ടാസ്ക് എന്ന് വെച്ചാൽ നമ്മളെ ബോറടിപ്പിക്കുന്ന, നമ്മളെ മടുപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആസ്വദിക്കണം. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിജയിക്കാൻ ഈ ഒരു മൂലമന്ത്രം എനിക്ക് തരാനുള്ളൂ. നമുക്ക് കമ്പനി 21 സ്റ്റെപ്പ് തന്നിട്ടുണ്ട്. 6 ബേസിക്സ്, 7 കാർഡിനാൽസ്, 8 കോർ സ്റ്റെപ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ നിരന്തരമായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഇതിൽ വിജയിക്കാനുള്ള ഒരു മന്ത്രമുള്ളൂ. അത് ബോറടി കൂടാതെ യാതൊരു തരത്തിലെ രണ്ടാമത്തെ ചിന്താഗതിയും ഇല്ലാതെ നമുക്ക് മുടങ്ങാതെ ചെയ്യാൻ പറ്റണം. ഏത് വരെ ചെയ്യാൻ പറ്റണം? രാവിലെ നമ്മൾ എണീറ്റ് പല്ല് തേക്കാതെ പുറത്ത് പോയാൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നില്ലേ? നമ്മൾ കുളിക്കാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യില്ലേ? നമ്മൾ ബാത്റൂം പോവാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യില്ലേ? അങ്ങനെ അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന വരെ നിങ്ങൾ ആർസിഎം ചെയ്യണം. അതായത് ഇന്ന് ഞാനിത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു അസ്വസ്ഥത തോന്നും. ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെ പാകപ്പെടുത്തണം. പക്ഷെ പല്ല് തേക്കുന്നത് എന്നും ഒരേ കാര്യം തന്നെയാ. ബോറടിക്കുന്നില്ലേ? നമുക്ക് എന്നും കുളിക്കുന്നുണ്ട്, ബോറടിക്കുന്നില്ലേ? എന്നും ബാത്റൂം പോകുന്നുണ്ട്, ബോറടിക്കുന്നില്ലേ? എന്നും ഷർട്ടും പാന്റും ഇടുന്നുണ്ട്, ബോറടിക്കുന്നില്ലേ? എന്നും ഷർട്ടും പാന്റും തേക്കുന്നുണ്ട്, ബോറടിക്കുന്നില്ലേ? ഇതൊക്കെ ബോറടിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാ? അത് ചെയ്താലേ നടക്കേണ്ട കാര്യം നടക്കേണ്ട പോലെ നടക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആർസിഎം ബിസിനസ്സിലും വേറെ നിങ്ങൾ ഷോർട്ട് കട്ടുകൾ തേടി പോകേണ്ട ആവശ്യമില്ല. 6 ബേസിക്സ് ബോറടി കൂടാതെ ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫോളോ ദാറ്റ്. അത് തന്നെ വീണ്ടും 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 ചെയ്യുക. ബോറടിച്ചാലും ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക, വീണ്ടും 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 അതന്നെ ചെയ്യുക. റിസൾട്ട് വരും. നിരന്തരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് വരും. അല്ലാതെ ഇടക്കാലത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് റിസൾട്ട് വരില്ല. സോ ഫൈൻഡ് സിഗ്നിഫിക്കൻസ് ഇൻ ദ മോസ്റ്റ് മണ്ടേൻ ടാസ്ക്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻവോൾവ് യുവർ സെൽഫ് ഇൻ ഡീപ്പ് വർക്ക്. നമുക്ക് ഈ സിസ്റ്റത്തിൽ വേണ്ടത് ഡീപ്പ് വർക്കാണ്, ഇമ്മേഴ്സീവ് വർക്ക്. അടുത്തൊരു 2 കൊല്ലത്തിൽ ഇതല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള രീതിയിലുള്ള വർക്കാണ് നമുക്ക് വേണ്ടത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹൈ ക്വാളിറ്റി വർക്ക്. ഹൈ ക്വാളിറ്റി വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയവും ഇന്റൻസിറ്റി ഓഫ് ഫോക്കസും. സമയം മാത്രം ഉണ്ടായാൽ പോരാ, ഫോക്കസ് വേണം. ഞാനിപ്പോ ജിമ്മിൽ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്റെ ശരീരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. 1 മണിക്കൂർ സമയം ഞാൻ ജിമ്മിന് കൊടുത്തു. പക്ഷെ 20 മിനിറ്റ് ഞാൻ അവിടെ ആൾക്കാരോട് സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഫോക്കസ് ഇല്ല എന്നാണ് അർത്ഥം. 1 മണിക്കൂർ ലാഭകരമാവണമെങ്കിൽ, ക്വാളിറ്റി വർക്കായിട്ട് മാറണമെങ്കിൽ ഞാൻ ആ 1 മണിക്കൂർ അവിടെ തന്നെ ഉണ്ടായിരിക്കണം. ചെയ്യേണ്ട കാര്യം ചെയ്തിരിക്കണം. അതിനെയാണ് ഫോക്കസ് എന്ന് പറയാം. ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഫോക്കസ് കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഡിസ്ട്രാക്ഷൻസ്. അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മൊബൈൽ. ഫോക്കസ് കളയുന്ന കാര്യം, ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യമാണ്. പണ്ട് കാലത്ത് ഞായറാഴ്ച ദിവസം ദൂരദർശനിൽ ഒരു 3-4 പ്രോഗ്രാം വരും. ഒരാഴ്ചത്തെ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് 3.5 മണിക്കൂറിന്റെ പ്രോഗ്രാം ആയിരിക്കും. ഇന്ന് ഒരു ദിവസം നമ്മൾ 3.5 മണിക്കൂർ ഫോണില്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മുടെ സമയം കരണ്ട് തിന്നുന്ന കാര്യങ്ങൾ, ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അത് വ്യക്തികളായിരിക്കാം,
അല്ലെങ്കിൽ ടെക്നോളജി ആയിരിക്കാം, എന്തും ആയിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, സന്ദർഭങ്ങളായിരിക്കാം, എന്തും ആയിരിക്കാം. അതിനെയൊക്കെ ഒഴിവാക്കി RCMന് വേണ്ടി ക്വാളിറ്റി വർക്ക് നിക്ഷേപിക്കാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുള്ളൂ. ഇപ്പോ ഈ അടുത്ത് റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിന് നമ്മളൊരു ടാർഗറ്റ് പറഞ്ഞിരുന്നു, 3 മാസം കൊണ്ട് 100 ജോയിനിങ് എന്നുള്ളത്. ഇത് സാധ്യമാവുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീപ്ലി ആ വർക്കിൽ ഇൻവോൾവ് ആവുമ്പോഴാണ്. അല്ലാതെ നമ്മൾ ഇടക്കാലത്ത് വന്ന് ചെയ്തു പോവാം എന്നുള്ളൊരു മനോഭാവമാണെങ്കിൽ ഒരിക്കലും നമുക്കിത് സാധിക്കില്ല. സുജിത് സാറ് അദ്ദേഹത്തിന്റെ തുടക്കകാലങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ജോയിനിങ് ചെയ്ത മാസം 354 പേരെയാണ് അദ്ദേഹം ജോയിൻ ചെയ്യിപ്പിച്ചത്. ആലോചിച്ച് നോക്കണം, 354 പേര്. ഇന്ന് കാണുന്നത്ര ഉൽപ്പന്നങ്ങളില്ല, ഇന്ന് കാണുന്നത്ര സെഗ്മെന്റുകളില്ല, ഇന്ന് കാണുന്നത്ര ഷോപ്പുകളില്ല, ഇന്ന് കാണുന്നത്ര ഡിപ്പോ ഇല്ല. ഇതൊന്നുമില്ലാതെ ഒരു ഷർട്ട് പീസും പാന്റ് പീസും വെച്ച് 354 പേരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ ഒരു വ്യക്തിക്ക് സാധിച്ചെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, നിക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥ. എല്ലാം നഷ്ടപ്പെട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മുകളിലേക്ക് എത്തണം എന്നുള്ള ഒരു അവസ്ഥയാണ് അദ്ദേഹത്തെ 354 പേരിലേക്ക് എത്തിച്ചത്. നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെ നിക്കക്കള്ളി ഇല്ലാത്തൊരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. നിർഭാഗ്യവശാന്ന് ഞാൻ പറയാനുള്ള കാരണം, ആ തീ ഇതുവരെ വന്നിട്ടില്ല. ആ തീ വരുമ്പോൾ നമ്മുടെ ബിസിനസ് വളരും. കാരണം വേറെ ഒന്നുമില്ല ഓപ്ഷൻ, എല്ലാ ഓപ്ഷനും കെട്ടുപോയി, ഒറ്റ ഓപ്ഷനുള്ളൂ RCM. അപ്പൊ അതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ എന്ത് ചെയ്തു? ഡീപ്പ് വർക്ക് അതിലേക്ക് മൊത്തത്തിൽ മുങ്ങി, കംപ്ലീറ്റ് ആയിട്ട് മുങ്ങി. എന്തായാലും മുങ്ങിക്കൊണ്ടിരിക്കുക, എന്നാൽ ഞാൻ ഈ ബിസിനസ്സിൽ മുങ്ങാമെന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി മുങ്ങി. ഇന്റൻസിറ്റി ഓഫ് ഫോക്കസ് കൂട്ടി, സമയം കൂടുതൽ അതിന് നിക്ഷേപിച്ചു. പുഷ്പം പോലെ ഒരു മാസം കൊണ്ട് 554 ജോയിനിങ് വന്നു. ഞാൻ പറയുന്നു, 3 മാസം കൊണ്ട് 100 ജോയിനിങ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നല്ല. പ്രൊവൈഡഡ് നമ്മൾ എല്ലാ ദിവസവും ഇറങ്ങിയാൽ മാത്രമേ ഇതൊക്കെ നടക്കൂ. വീട്ടിലിരുന്നുകൊണ്ടൊന്നും നടക്കില്ല. നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നടക്കും. നമ്മൾ ആഗ്രഹിച്ച കാര്യം അതിനേക്കാളും 10 ഇരട്ടി ഇതില് നമുക്ക് കിട്ടും. കാരണം നമ്മൾ ഇരിക്കുന്നത് ഫ്യൂച്ചർ ബിസിനസ്സിലാണ്. ഇപ്പോഴും നമുക്കത് മനസ്സിലായിട്ടില്ല. കാരണം ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നത്തിനുമുള്ള ഏറ്റവും വലിയ ഉത്തരമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ള RCM ബിസിനസ് എന്ന് പറയുന്നത്. ഇന്ന് കഴിഞ്ഞ 2 ദിവസമായിട്ട് രാഘവ് ചദ്ദ എന്ന് പറയുന്നത് പഞ്ചാബ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് കടന്ന് 2022 വന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാവുന്ന മായത്തെ പറ്റിയിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞു. നമ്മൾ യൂട്യൂബിലൊക്കെ അതിന്റെ വീഡിയോ കണ്ടു, നോബൽ സാർ അത് പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം മായമാണ്. ആ മായമുള്ള ഈ ലോകത്ത് ആരോഗ്യദായകവും നാച്ചുറലും ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുന്ന 25 കൊല്ലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റ കമ്പനിയേ ഉള്ളൂ, അത് RCM. മേക്ക് ഇൻ ഇന്ത്യ ഗവൺമെന്റ്, മോദി സർക്കാരിന്റെ ഗവൺമെന്റ് 2020 മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവരുന്നതിനേക്കാളും 20 വർഷം മുന്നേ ഈ കമ്പനി പറയുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാത്രമേ ഞങ്ങൾ ഇറക്കുള്ളൂ എന്നുള്ളത്. ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. ഇത്രയും വിഷണറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ് നമ്മൾ. പോപ്പുലേഷൻ ആൻഡ് കണക്റ്റഡ് സൊസൈറ്റി. ഞാൻ IT മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ എന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറും ഇന്റർനെറ്റുമാണ്. ഇന്ന് ഓരോ മേഖലകൾ എടുത്തു നോക്കിക്കോയിരുന്നു, ഒരു ഫാബ്രിക്കേഷൻ വർക്കിന് ആളെ എടുത്തു നോക്കിയാൽ അതിന്റെ ടൂൾസ് ആണ് അവരുടെ റോ മെറ്റീരിയൽ. ഒരു ആശാരിപ്പണിക്കാരനെ സംബന്ധിച്ച് മരമാണ് റോ മെറ്റീരിയൽ എങ്കിൽ ഇതൊക്കെ കിട്ടാനുള്ള ലഭ്യത കുറഞ്ഞു വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? അതേ സമയത്ത് RCM ബിസിനസ്സിൽ ഒരിക്കലും റോ മെറ്റീരിയലിന് കുറവ് വരില്ല. കാരണം RCM ബിസിനസ്സിന്റെ റോ മെറ്റീരിയൽ എന്താ? ജനങ്ങൾ. ഇന്ന് ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. എവിടെ പോയിട്ട് വേണമെങ്കിലും ഈ ബിസിനസ് ചെയ്യാം. ഒരു തരത്തിലുള്ള റോ മെറ്റീരിയൽ ഇതല്ലാതെ വേണ്ട. പോപ്പുലേഷനും കണക്റ്റഡ് സൊസൈറ്റി മതി. എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എല്ലാവരും ഏതെങ്കിലും ഒരു വകയിൽ ബന്ധുക്കളാണ്. ഇഷ്ടം പോലെ ജനങ്ങളുണ്ട്. അപ്പൊ ഈ ബിസിനസ് ഫ്യൂച്ചർ ബിസിനസ് അല്ല എന്ന് പറയാൻ നമുക്ക് എന്ത് ഇതുള്ള ഫ്യൂച്ചറിന്റെ ബിസിനസ് അത്. കാരണം എന്താ? ഇതിൽ ജനങ്ങൾ മാത്രം മതി, മാൻ പവർ മാത്രം മതി. അത് ഇഷ്ടം പോലെ ഇന്ന് ഈ രാജ്യത്ത് നമുക്ക് കിട്ടാനുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. കാരണം എന്താ? AI അതിപ്രസരം വന്നു കഴിഞ്ഞു. ഈ അടുത്ത് ആമസോൺ എന്ന് പറഞ്ഞൊരു കമ്പനി, ആമസോൺ ആണോ അതോ വേറൊരു കമ്പനി ആണോ എന്ന് അറിയില്ല, അവര് ഓപ്പൺലി പറഞ്ഞ കാര്യം ഇതാണ്, എന്തായാലും ഞങ്ങൾ AI കൊണ്ടുവരും. ആ AI കൊണ്ടുവരുന്നതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ സീനിയർ എംപ്ലോയീസിന് ഇപ്പൊ തന്നെ പോവാന്ന് അവർ പറഞ്ഞു. സീനിയർ എംപ്ലോയീസ്, ഞാൻ പറഞ്ഞത് ജൂനിയർ എംപ്ലോയീസ് അല്ല, സീനിയർ എംപ്ലോയീസിന് വേണമെങ്കിൽ ഇറങ്ങി പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഈ ഒരു അവസരത്തിൽ ഗവൺമെന്റിന് എത്ര തൊഴിൽ കൊടുക്കാൻ പറ്റും? ഇനി കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക. ഇതൊക്കെ ഒന്ന് ലിസ്റ്റിൽ വന്ന് അവർക്ക് ആ ജോലി കിട്ടാൻ വേണ്ടി മിനിമം 5 കൊല്ലം എടുക്കും. ഇവിടെയോ ഈ 5 കൊല്ലം കൊണ്ട് അയാൾക്ക് ഒരു റൂബി ആയിട്ട് മാറാൻ പറ്റും, ഒരു സ്റ്റാർ റൂബി ആയിട്ട് മാറാൻ പറ്റും. അവിടെയാണ് നമ്മുടെ ബിസിനസിന്റെ പ്രസക്തി വരുന്നത്. അൺഎംപ്ലോയ്മെന്റ്, പഠിച്ച കാര്യമല്ല ആൾക്കാർ ചെയ്യുന്നത്.
അവര് പഠിച്ചതിനേക്കാളും കുറഞ്ഞ ശമ്പളം കിട്ടുന്ന ജോലിയാണ് അവർ ചെയ്യുന്നത്. ഇവരോട് പോയിട്ട് നമ്മൾ എന്താ പറയേണ്ടത്? ഒന്നും പറയണ്ട സാറേ, സാർ എടുക്കുന്ന എഫേർട്ടിനുള്ള വരുമാനം ഈ കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇതിന്റെ 10-1 എഫേർട്ട് സാർ എടുത്താൽ മതി, അതിന്റെ ഇരട്ടി വരുമാനം സാറിന് RCM ഉണ്ടാക്കാൻ പറ്റും. അതിനും സാറിന്റെ പാർട്ട് ടൈം മാത്രം മതി. സാർ ജോലി ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അണ്ടർ എംപ്ലോയ്മെന്റിനുള്ള ഏറ്റവും മികച്ച മറുപടിയാണ് RCM ബിസിനസ് എന്ന് പറയുന്നത്. ഇനി സ്ത്രീ ശാക്തീകരണം. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ, സ്ത്രീകളായിരിക്കും. വീട്ടിലെ 4 ചുമരിൽ നിന്ന് ഇന്ന് അവർ പുറത്തിറങ്ങി കഴിഞ്ഞു. ഇന്ന് അവർ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ലോകം മൊത്തം അവരുടെ പിന്നാലെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സുജിത് സാറിന്റെ ഷോപ്പിൽ ഇരിക്കുന്ന നമ്മുടെ മാഡം, എന്തായിരുന്നു പേര്? ഒന്ന് മെസ്സേജ് ഇടൂ, പെട്ടെന്ന് കിട്ടുന്നില്ല. അനന്തൻ സാറേ ഒന്ന് മെസ്സേജ് ഇടൂ, അവരുടെ പേര് ഷൈമ കോഴിക്കോട്. ഇന്ന് ഗവൺമെന്റ് തലത്തിൽ നടത്തിയ ഒരു പരിപാടിയിൽ അവർ അംഗീകരിച്ചു. റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം കൊണ്ടുവന്ന വനിത എന്നുള്ള രീതിയിൽ അവർ അംഗീകരിച്ചു. അവരൊരു സാധാരണ വീട്ടമ്മ, ഒരു സ്റ്റാഫായിട്ട് ഒരു കടയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന സമയത്ത് RCM എന്ന പ്രസ്ഥാനം അവരുടെ മുമ്പിലേക്ക് തുറന്നു വെച്ചത് ഒരു നാഷണൽ ലെവൽ അവാർഡാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ എത്ര സ്ത്രീ രത്നങ്ങൾ ഇന്ന് ഈ സിസ്റ്റത്തിലൂടെ പുലിക്കുട്ടികളായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ജയശ്രീ മാഡം ഉണ്ട് വാടാനപ്പള്ളിയിൽ നിന്ന്, ഷൈനി മാഡം ഉണ്ട്, ജിഷ സജീവ് കുമാർ ഉണ്ട്, നമ്മുടെ ഗിരീഷ് സാറിന്റെ വൈഫ് ജിഷ മാഡം ഉണ്ട്, പ്രിയ മാഡം ഉണ്ട്, മീര മാഡം ഉണ്ട്, രമ്യ രതീഷ് മാഡം ഉണ്ട്, ബിജു സനിൽ മാഡം ഉണ്ട്, സജിത മാഡം ഉണ്ട്, വിനീത മാഡം. അങ്ങനെ എന്തോരം ലേഡീസ് ആണ് ഈ ബിസിനസ്സിനെ ഏറ്റെടുത്ത് ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജെസ്സി മാഡം ഉണ്ട്. വുമൺ എംപവർമെന്റ്. മറ്റതെല്ലാം ഒരു കടലാസിൽ ഒതുങ്ങിക്കൂടുമ്പോൾ ഇവിടെ സ്ത്രീ ശാക്തീകരണം നടപ്പിലാവുകയാണ് ചെയ്യുന്നത്. അവിടെ ബില്ല് പാസ്സാക്കണമല്ലോ, ഇവിടെ നടപ്പിലാവുകയാണ്, ഓരോ ദിവസവും നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് ഇൻവോൾവ്മെന്റ്. ചെറുപ്പക്കാർക്ക് ഒരു 10-20 കൊല്ലം മുന്നേ ഒരുപാട് സാധ്യതകളെ പറ്റിയിട്ട് അറിയാനുള്ള വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് മൊബൈലൊക്കെ വരുന്നേ ഉള്ളൂ. ഇന്ന് നെറ്റ് ഉണ്ട്, മൊബൈൽ ഉണ്ട്, ഏത് രാജ്യത്തെ പറ്റിയിട്ട് അവർക്ക് അറിയാൻ പറ്റും. അവരുടെ സ്വപ്നങ്ങൾ വളർന്നു. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ കാണണം, സന്ദർശിക്കണം, ഇന്ന് എനിക്ക് ആ ഫോൺ വേണം, ഈ മൊബൈൽ വേണം, ഈ വണ്ടി വേണം എന്നൊക്കെ അവരുടെ ഉള്ളിൽ സ്വപ്നങ്ങൾ വന്നു തുടങ്ങി. ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഇന്നൊരു ഗവൺമെന്റ് ജോലിക്കോ ഒരു പ്രൈവറ്റ് ജോലിക്കോ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. RCMനല്ല. RCMന് ഏത് സ്വപ്നം വേണമെങ്കിലും അവർ നടപ്പിലാക്കി കൊടുക്കാൻ സാധിക്കും. ഇന്ന് ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർ പൾ അച്ചീവർ ആയിട്ട് അക്ഷയ് കുമാർ ഉണ്ട്, സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ മാളവിക മാഡം ഉണ്ട്. ഈ ബിസിനസ്സിൽ വന്ന് സ്വന്തം കാശ് കൊണ്ട് ഒരു സ്വപ്ന വാഹനം സ്വന്തമാക്കി. റമീ സാർ ഉണ്ട്, R15 എടുത്തത്, പേൾ അച്ചീവർ ആണ്. വിജയ് സാർ ഉണ്ട്, ആഷിഖ് സാർ ഉണ്ട്, രഞ്ജിത്ത് സാർ ഉണ്ട്, അമീർ ഷാ ഉണ്ട്. അങ്ങനെ എന്തോരം ചെറുപ്പക്കാരാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ഓരോ ദിവസം കടന്നു വരുന്ന അച്ചീവ്മെന്റിലേക്ക് എത്തുന്നത്. അവരുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ ഇതിനും സിമ്പിൾ ആയിട്ടുള്ള വഴി വേറെ ഇല്ല. കാരണം എന്താ? റിസ്ക് ഇല്ല, ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ല, യാതൊരു തരത്തിലുള്ള മുടക്കുമുതൽ ഇതിൽ വരുന്നില്ല. പിന്നെന്താ ബുദ്ധിമുട്ട്? ഈസിലി ചെയ്യാൻ പറ്റും. പിന്നെ ലോകത്തിൽ ഒരു ജോലിക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യം RCM ബിസിനസ്സിൽ കൊടുക്കാൻ സാധിക്കും. അതാണ് സ്കില്ലും കൊടുക്കാൻ പറ്റും, ലൈഫ് സ്കില്ലും കൊടുക്കാൻ പറ്റും. സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സെയിൽസ് സ്കില്ല്, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്, ഇതൊക്കെ RCMന്റെ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ലൈഫ് സ്കില്ല് അത് നമുക്ക് എക്സ്പീരിയൻസിലൂടെ കിട്ടുള്ളൂ. ആ എക്സ്പീരിയൻസ് ഇവിടെ RCM കിട്ടുന്നുണ്ട്. ബുദ്ധിമുട്ടും പ്രതിസന്ധിയും ഘട്ടത്തിൽ ഒരു തീരുമാനം എടുക്കാൻ നമ്മൾ ഈ സിസ്റ്റം പഠിപ്പിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തി ആവണം എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിന്ന് എക്സ്പീരിയൻസ് നിന്ന് കിട്ടും. അപ്പൊ സ്കില്ല് മാത്രമല്ല കിട്ടുക. ഇപ്പൊ നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഗ്രാഫിക് ഡിസൈനിങ് ഒരു കോഴ്സ് നമ്മൾ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ് കിട്ടി, സ്കില്ല് കിട്ടി. പക്ഷെ ലൈഫ് സ്കില്ല് കിട്ടില്ല. കാരണം എന്താ? നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനൊന്നും അവിടെ അവസരമില്ല. പക്ഷെ ഇവിടെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം. ഏത് പ്രതിസന്ധി ഘട്ടത്തിനും തരണം ചെയ്യാനുള്ള മനോബലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ വ്യക്തിത്വ വികാസം നടക്കുന്നുണ്ട്. സോ സ്കില്ലും ലൈഫ് സ്കില്ലും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബെസ്റ്റ് റിട്ടയർമെന്റ് പ്ലാൻ, ഏറ്റവും ബെസ്റ്റ് റിട്ടയർമെന്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 30-35 വയസ്സിനുള്ളിൽ, നിങ്ങൾ ഒരു 20ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 25ാമത്തെ വയസ്സിലോ ഇതിൽ കടന്നു വന്നു, ഒരു 35ാമത്തെ വയസ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നല്ലൊരു വരുമാനം സ്ഥിരമായിട്ട് വരുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. റിട്ടയർമെന്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി ചെയ്യാതിരിക്കാന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കണം. പക്ഷേ ഒരു 35ാമത്തെ വയസ്സിലൊക്കെ നിങ്ങൾക്ക് പിന്നെ ഈ ബിസിനസ് ചെയ്യുന്നത് ഒരു എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും, വരുമാനത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല, നിങ്ങളെ ഉണർത്തി വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം അതിനുള്ളിൽ നിങ്ങൾ എന്താവും? സെറ്റിൽഡ് ആവും. സോ ബെസ്റ്റ് റിട്ടയർമെന്റ് പ്ലാൻ ആണ് നമുക്ക് ഇന്ന് കൊടുക്കാൻ സാധിക്കുക. ആൻഡ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ്. ഗവൺമെന്റ് എന്താ ആഗ്രഹിക്കുക? ഗവൺമെന്റിന്റെ അണ്ടറിൽ ടാക്സ് കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടണം. ടാക്സ് കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടണമെങ്കിൽ എന്ത് വേണം? ഇവരുടെ വരുമാനം കൂടണം. ഇവരുടെ വരുമാനം കൂടണമെങ്കിൽ ആദ്യം ഖജനാവ് ഇവർക്ക് വരുമാനം കൊടുക്കണം. ഖജനാവ് കാലിയാവുമ്പോൾ വരുമാനം കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് വരുമാനം കൂട്ടാൻ പറ്റുക? ഒറ്റ വഴിയുള്ളൂ, ഡയറക്ട് സെല്ലിങ്. അപ്പൊ ഡയറക്ട് സെല്ലിംഗിൽ വന്ന ഒരാൾക്ക് വരുമാനം പെട്ടെന്ന് കൂട്ടാനും സാധിക്കും. അവർ ടാക്സബിൾ സിറ്റിസൺ ആയിട്ട് മാറും. അവർക്ക് ടാക്സ് ഗവൺമെന്റിന് കൊടുക്കാൻ സാധിക്കുമ്പോൾ ഈ ഗവൺമെന്റ് പറയും, അയ്യോ എനിക്ക് ഡയറക്ട് സെല്ലിംഗിന്റെ ടാക്സ് വേണ്ടെന്ന് പറയോ? ഇല്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സപ്പോർട്ടുള്ള ഒരു സിസ്റ്റം അത്.
ഇന്ന് ഫെബ്രുവരി 19, 2025 സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനെ അംഗീകരിച്ചു. ഡൽഹിയില് ഇതിനെ സംബന്ധിച്ചുള്ള ലോ പാസ്സായി കഴിഞ്ഞു. അത് മാത്രമാണോ, ഇന്ന് ഇത്രയും സപ്പോർട്ട് വന്നു എന്ന് വെച്ചാൽ ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഇന്ന് എന്തിന് പാഠപുസ്തകങ്ങളിൽ വരെ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. MBA പാഠപുസ്തകത്തിൽ ഒരു ചാപ്റ്റർ തന്നെ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റിയിട്ടുണ്ട്. ഷൂലി യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റിയിട്ട് കോഴ്സുകളുണ്ട്, PhD കോഴ്സുകളുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഉൾക്കൊണ്ട് ഞാൻ നമുക്ക് മനസ്സിലാവും ഫ്യൂച്ചർ ബിസിനസ്. ഈ ഫ്യൂച്ചർ ബിസിനസ്സിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡീപ്പ് വർക്ക് ഇറങ്ങിത്തിരിക്കുക. ആ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, അടുത്തൊരു 5 കൊല്ലത്തിൽ നിങ്ങളുടെ സാമ്രാജ്യം നിങ്ങൾക്ക് പടുത്തുയർത്താൻ പറ്റും. നിങ്ങൾ RCM പ്രസ്ഥാനത്തെ പറ്റിയിട്ട് ആദ്യമായിട്ട് പറയാൻ ചെന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ കല്ലേറ്, അതേ കല്ലുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്രാജ്യം പടുത്തുയർത്താൻ പറ്റും. അതിനുള്ള അവസരം ഇന്ന് ഈ പ്രസ്ഥാനം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഒറ്റ കാര്യം ചെയ്യണ്ടോ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡീപ്പ് വർക്ക്. ഇറങ്ങിത്തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 4 കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആരോഗ്യം, സമ്പത്ത്, ആ സമ്പത്ത് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക, ബന്ധങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വർക്ക് എങ്ങനെയാന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വന്നോളും. ഞാൻ പറഞ്ഞില്ലേ, ഫോക്കസ് ഓൺ സരസ്വതി, ലക്ഷ്മി വിൽ ഓട്ടോമാറ്റിക്കലി കം. ഇതൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും വലിയ രീതിയിലെ വളർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം ഞാൻ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ഈ തിരക്കുള്ള സമയത്ത് പോലും നിങ്ങൾ എല്ലാവരും കേട്ടിരുന്നു. അതിൽ അതിയായ സന്തോഷമുണ്ട്. ഫെബ്രുവരി മാസം ക്ലോസിംഗ് നിങ്ങൾ എല്ലാവർക്കും വലിയ വിജയങ്ങൾ നേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു. ജയ് RCM, ഗുഡ് RCM.